ആരാണ് നിങ്ങളൊക്കെ? എന്തിനിവിടേക്ക് വന്നത്? വന്നല്ലോ തറ ടിക്കറ്റ്. ഞാൻ നോക്കിക്കോളാം, നീ ഒന്ന് അടങ്ങിയിരി. ശരി. എന്താ ശേഖര, പോട്ടടാ, നമ്മുടെ കാർത്തിയല്ലേ. നീ ഇപ്പൊ പോ, നമുക്ക് വഴിയുണ്ടാക്കാം. പോയിക്കോ. എന്താടാ, നിനക്ക് ചെവി കേട്ടൂടെ? കേട്ടു രവി, നന്നായിട്ട് കേട്ടു. എടാ കാർത്തി, അത് ശരി, ഈ കാര്യം നീ എന്നോട് പറഞ്ഞില്ലല്ലോ. എന്താടാ കാർത്തി? എടാ, ഒരേ തൊഴിലാ നമ്മൾ എല്ലാരും ചെയ്യുന്നേ. നീ പറഞ്ഞോണ്ട് എന്താ ഏതെന്ന് ചോദിക്കാതെ നമ്മുടെ പയ്യന്മാരെ വിട്ട് ഞാൻ അവരെ തല്ലി. നീ കാശ് തരാന്ന് പറഞ്ഞ് എന്നോട് ഏറ്റതാ. പിന്നെ ഇപ്പൊ എന്തിനാ ആലോചിക്കുന്നേ? വേണ്ട രവി,
നമ്മുടെ തൊഴിലിത് ശരിയല്ല. പിന്നെ ഞാൻ വെറുതെ ഇരിക്കില്ല, നീ അനുഭവിക്കേണ്ടി വരും. ശേഖര, നീ എന്നെ പറഞ്ഞേക്കെ. ഡാ, എന്താടാ അപ്പോഴേക്കും പിണങ്ങിയ? പാർട്ടി പണം തന്നില്ലടാ, കിട്ടിയ ഉടനെ തരാന്ന് വിചാരിച്ചതാ. അപ്പോഴേക്കും അവന്മാർ രണ്ടുപേരും എന്നെ തെറ്റിദ്ധരിച്ചു. രവി, ഇവന്മാര് പണത്തിന് വേണ്ടി ജോലി ചെയ്യുന്നതല്ല, ഓർമ്മയിരിക്കട്ടെ. എന്റെ കാർത്തി, അതൊരു ലവ് മാറ്ററാ. അതിന് ഞാൻ തന്നെ പണം മേടിച്ചിട്ടില്ല. അതിന് പകരമായി വേറൊരു കാര്യമുണ്ട്. അത് കഴിഞ്ഞിട്ട് പണം തരാന്ന് വിചാരിച്ചതാ. ഡാ, ഇനിയും വിശ്വാസമായില്ലേ? ദേ, ഇവനാണ് സത്യം. അതെയോ? ശരി, ആരാവൻ? ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞാണല്ലോ. നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം, വാ. വേണ്ട രവി, വെറുതെ കള്ളം പറയല്ലേ. സത്യമാണടാ, വിശ്വസിക്ക്. വിശ്വാസമാണ് എല്ലാം. നീ വാ. എന്താടത്? പോയി നോക്കാം, വാ. കാർത്തി, കാര്യവും പറയും. പറഞ്ഞോ. ഒരുത്തിന് തട്ടണം. ആരാ ആള്? ഒരുപാട് പണമുള്ളതുകൊണ്ട് അവൻ ചെയ്ത അക്രമങ്ങൾക്ക് അതിരില്ലതായിരിക്കുക. നാട്ടിലെല്ലാവരുടെയും സ്ഥലം അവൻ കുറഞ്ഞ വിലയ്ക്ക് സ്വന്തം പേരിലാക്കിയിരിക്കുക. എതിർത്താൽ അവൻ അടിച്ചു കൊല്ലും. അതുപോലെ ചോദിക്കുന്ന പെണ്ണുങ്ങളാണെങ്കിൽ റേപ്പ് ചെയ്ത് കൊല്ലും. എൻ്റെ കുടുംബത്തിന് അങ്ങനെയൊന്നും സംഭവിച്ചു. എനിക്ക് അച്ഛനും അമ്മയില്ല, എല്ലാം എൻ്റെ ചേച്ചിയായിരുന്നു. സ്വത്തിന് വേണ്ടി അയാൾ എൻ്റെ ചേച്ചിയെ വരെ കൊന്നു. ഞങ്ങളുടെ ഗ്രാമത്തിൽ അവൻ വിഷം പോലെ പടരുകയാണ്. അവനെ ദൈവം ശിക്ഷിക്കുമെന്ന് കരുതി. പക്ഷെ ആ വിശ്വാസം ഇപ്പം ഇല്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ഇപ്പം ഇങ്ങനൊരു തീരുമാനിച്ചത്. രവി, കാശിന്റെ കാര്യം എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? സർ, നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ തരാം സർ. ഭൂതമംഗലം എന്ന് പറയുന്ന ഗ്രാമത്തിൽ ചെന്നിറങ്ങിക്കഴിഞ്ഞാൽ അവിടെ മുകേഷ് എന്ന് പറഞ്ഞ ഒരാൾ വരും. ആട്ടെ, ആ മുകേഷ് എന്ന് പറഞ്ഞ ആളെങ്ങനെയാ? നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കണ്ട. അയാളും ഈ പ്രശ്നങ്ങളൊക്കെ നേരിടുന്ന ആൾ തന്നെ. ആഹാ, ഇവളായിരുന്നു. കൊള്ളാലോ. എന്തൊക്കെയുണ്ട്? നിങ്ങൾ എന്താ ഇവിടെ? മുകേഷ് എവിടെയാ? അദ്ദേഹം തോട്ടത്തിലുണ്ട്. അങ്ങനെ നിന്റെ കെട്ടിയവൻ എന്നെ കുറിച്ച് പലരോടും ഒരുപാട് പരാതി പറയുന്നുണ്ടല്ലോ. അങ്ങനെ ഇത് നിങ്ങൾ തമ്മിലുള്ള കാര്യം ഞാൻ എങ്ങനെ ഇതില്? ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടത് നിന്റെയും കൂടി ചുമതലയല്ലേ? നാളെ എന്തെങ്കിലും സംഭവിച്ചാൽ നഷ്ടം നിനക്ക് മാത്രമായിരിക്കും. അത് പിന്നെ ഞാൻ ഇപ്പൊ കണ്ടിട്ട് വരുന്നേ ഉള്ളൂ. ഇതാ നോക്ക്. അങ്ങനെ അവരൊക്കെ എന്തിനാ ഇവിടെ വന്നിരിക്കുന്നെ? പറഞ്ഞു തരാം, നീ കൂടെ വാ. എവിടേക്ക്? അങ്ങനെ നീ വാ, പറഞ്ഞു തരാം. അല്ലെങ്കിൽ അവൻ ആ വഴി അങ്ങ് പോവും. എന്താ, മനസ്സിലായില്ലേ? ആടി. ജയകൃഷ്ണൻ എന്തെങ്കിലും ആഗ്രഹിച്ച ഒന്ന് ചോദിച്ചു മേടിക്കും, ഇല്ലെങ്കിൽ അത് പിടിച്ചു പറിക്കും. അവർ രണ്ടുപേരും ദിവസവും കാണാറുണ്ടായിരുന്നു. ഇതൊക്കെ കണ്ട് മുകേഷിന് സംശയം തോന്നി. എടി ലക്ഷ്മി, അവിടെ നിന്നേ. ഈ അസമയത്ത് നീ എവിടെ പോയിട്ട് വരുവാ? തോട്ടത്തിലേക്ക് പോയി വരുവാ. ഈ സമയത്ത് തോട്ടത്തിൽ നിനക്ക് എന്നാ ജോലിയാ? ആളുകളെ കൊണ്ട് വെറുതെ പറയിപ്പിക്കാൻ വേണ്ടിയാണോ? ഞാൻ എന്ത് ചെയ്തെന്ന്? നീയും ജയകൃഷ്ണനും തമ്മില് ബന്ധമുണ്ടെന്നാ നാട്ടുകാർ മുഴുവൻ പറയുന്നത്. ഇതിനൊന്നും ജയകൃഷ്ണൻ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. എല്ലാത്തിനും കാരണം നീ തന്നെയാ. ഇപ്പൊ തന്നെ നാട്ടുകാരും സ്വന്തക്കാരെ എല്ലാവരും വിളിച്ചു വരുത്തണം. ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയേ പറ്റൂ. എന്തിനടി കരയുന്നേ? എന്റെ കെട്ടിയവന് എല്ലാ കാര്യം അറിഞ്ഞു. ഇനിയിപ്പോ എന്ത് ചെയ്യാൻ പോവാ? എന്താ ചെയ്യണ്ടേ? നിങ്ങളല്ലേ പറഞ്ഞത് എല്ലാ കാര്യം ഞാൻ നോക്കിക്കോളാന്ന്. എന്തെങ്കിലും ഉടനെ ചെയ്തേ പറ്റൂ. നിന്റെ കെട്ടിയവനെ അങ്ങോട്ട് കൊന്നാലോ? അപ്പൊ നാട്ടുകാരെ കാര്യം? നാട്ടുകാരുടെ വായടയ്ക്കാൻ
നിന്റെ ശ്വാസം വെച്ചാ. മീറ്റിംഗ് ടൗണിൽ നടത്താണ്ട് കാട്ടിലാണോ വെച്ചിരിക്കുന്നത്? മിണ്ടാതിരിക്കടാ, മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുക. വാ വാ. അപ്പൊ ഇന്ന് നടക്കുമെന്ന് തോന്നുന്നില്ലല്ലോ. ആദ്യം നിന്നോട് പറഞ്ഞ ജോലി നീ ചെയ്തോ. അതൊക്കെ ഞാൻ ഇപ്പൊ എന്താ, നീ പോയി പറഞ്ഞ ജോലി ചെയ്തിട്ട് റൂമിൽ വെയിറ്റ് ചെയ്യ്, വരാം. തലക്കെട്ടുമായിട്ട് കാലത്തെ ഇറങ്ങിക്കോളും മീറ്റിംഗ്. മനുഷ്യ മെനക്കെടുത്താനായിട്ട്. താനിനി പേടിക്കണ്ട, കാര്യങ്ങൾ ഞാനേറ്റു. അവനെ തീർത്തേക്കാനേ. വളരെ താങ്ക്സ്. ശരി, വാ. കുളിരണ തണുപ്പുള്ള കാറ്റ്, കരളിനെ കൊതിപ്പിക്കും കാറ്റ്, കണ്ണിൽ വിരിയിക്കും മോഹം, എന്റെ ദേഹം ജ്വലിപ്പിക്കും കാമം. മുത്തമിടും നേരം പ്രാണൻ നിടഞ്ഞോടും, ചേർത്ത് നിർത്തി പുൽകാൻ നീവാ. കാതിനുള്ളിൽ കിന്നരം ചൊല്ലും നേരം പൊന്നാരെ, എന്നെ ചേർത്ത് പുൽകാൻ നീവാ. കുളിരണ തണുപ്പുള്ള കാറ്റ്, കരളിനെ കൊതിപ്പിക്കും കാറ്റ്, കണ്ണിൽ വിരിയിക്കും മോഹം, എന്റെ ദേഹം ജ്വലിപ്പിക്കും കാമം. സാഗരം സാക്ഷിയായി നിൽപ്പുദൂരെ, നിന്നുടൽ ചിലപ്പോൾ മൂടിടുമ്പോൾ, ദൂരെയാകിലോ മായമേഘം, അരികിലാവുകിൽ തീരദാഹം. ചൊടികളിൽ കിനിയുന്ന നറുമധു നുകരുവാൻ ഇരുളിന്റെ മറനീക്കി നീവാ. തുടിക്കുന്ന മനസ്സിലെ പടരുന്ന കാമാഗ്നി അണയ്ക്കുവാനായെന്നു നീവാ. കുളിരണ തണുപ്പുള്ള കാറ്റ്, കരളിനെ കൊതിപ്പിക്കും കാറ്റ്, കണ്ണിൽ വിരിയിക്കും മോഹം, എന്റെ ദേഹം ജ്വലിപ്പിക്കും കാമം. മൂകമായി നാമതിൽ മുങ്ങിടുന്നു, മിഴികളോ ലാസ്യമായി കൊമ്പിനിന്നു. പാട്ട് പാടുന്ന കോകിലങ്ങളും പ്രഭ പൊഴിക്കുന്ന താരകങ്ങളും, മട്ടുപ്പാവിലെത്തി നോക്കി തൊട്ട് തൊട്ട് വിളിച്ചിട്ട് മെല്ലെ മെല്ലെ പോകുന്നതറിഞ്ഞു. ഞാൻ ഈ ജന്മം മുഴുവൻ നിന്നിൽ അലിയാൻ കാത്തു നിൽപ്പൂ. കുളിരണ തണുപ്പുള്ള കാറ്റ്, കരളിനെ കൊതിപ്പിക്കും കാറ്റ്. അങ്ങനെ ഉടനെ തീർത്തേക്കാം, നാളെ തന്നെ തീർക്കാം. ഓ ഓ അണ്ണാ, വില്ലേജ് ഓഫീസർ നിങ്ങളെ അന്വേഷിച്ച് വന്നിരിക്കണം. അറിയില്ല, അണ്ണനോട് നേരിട്ട് പറയണമെന്ന് പറഞ്ഞു. ശരി അണ്ണാ. ആ ആ
വരുത്താറില്ലല്ലോ. മോളിൽ നിന്ന് ഭയങ്കര പ്രഷറാണ്. ഗ്രാമത്തിലെ പുറമ്പോക്ക് സ്ഥലത്തിന്റെ ഒക്കെ കണക്കെടുക്കാൻ പറഞ്ഞിരിക്കുക. അങ്ങനെ എന്തെന്നായി പറയുന്നത്? ഇവിടെയുള്ള പുറമ്പോക്ക് സ്ഥലത്തില് 3/4 ഭാഗവും നിങ്ങളുടെ കയ്യിൽ തന്നെയാ. ആർക്കറിയാനാ, ഒന്നിലും അഡ്രസ്സില്ല. കളക്ടർ ആണെങ്കിൽ തറപ്പിച്ച് പറഞ്ഞിരിക്കുക. വേറൊന്നുമല്ല അങ്ങനെ. ഇനി ഇതുപോലുള്ള ലെറ്റേഴ്സൊക്കെ കളക്ടർ ഓഫീസിലേക്ക് വരാതെ അങ്ങനെ തന്നെ നോക്കണം. മറ്റുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. ശരി, എന്നാ ഞാൻ വരട്ടെ. പറഞ്ഞു. ആ ഭൂതമംഗലൊക്കെ ഇറങ്ങാ. ആ ആളിറങ്ങണ്ടോ? ഇറങ്ങിയാ ആ റൈറ്റ്. പോടാ. ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ, ഇപ്പൊ കണ്ടോ ബസ് അതിന്റെ വാട്ടിന് പോയി. പോട്ടെ, വിട്ടേക്ക്. എന്ത് പോട്ടേന്ന്? അല്ലളിയാ, ഈ സ്ഥലത്തിന്റെ പേരെന്നാ പറഞ്ഞേ? ഭൂതമംഗലം. എന്താ? പേര് പോലെ തന്നെ ഉണ്ടല്ലോ സ്ഥലവും. അതെന്താടാ നീ അങ്ങനെ പറഞ്ഞ? അതോ, ഇവിടെ മനുഷ്യന്മാരെ ആരും കാണുന്നില്ലല്ലോ. ഒരു പക്ഷേ ഇനി ഭൂതമെങ്ങാനും ഉണ്ടാവൂ. എന്തിനാ ഭൂതം? അതിന് പകരം നീ ഉണ്ടല്ലോ. വാ, നടക്ക്, പോവാം. എന്ത് നടക്കാനാ? എന്താ, ഇതിനു മുമ്പ് നിങ്ങൾ ഒരിക്കലും നടന്നിട്ടില്ലേ? ഒന്ന് വാടാ. എന്നെ പറഞ്ഞാ മതി, വാ. ആ പോവാം. ഒന്ന് വേഗം വാടാ. ഒന്ന് നിക്ക്. ദാ ഒരുത്തൻ കിടന്ന് ഉറങ്ങുന്ന കണ്ടോ? അവനോട് ചോദിക്കാം. നീ പറഞ്ഞ ശരിയാടാ. അവരോട് ചോദിച്ചു കഴിഞ്ഞാ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാം. ദാ നീ നിക്ക്. നീ പോ. പോടാ പോടാ. അടി കിട്ടാതെ നോക്കിക്കോ. ചേട്ടാ, ചേട്ടു. ആ വിവരം കിട്ടവൻ എന്തിനാണ് അങ്ങോട്ട് അയച്ചേ? നിന്റെ ഒരു കാര്യം. ചേട്ടാ, ചേട്ടു. ഒന്ന് പോടാ ഇവിടത്തെ. ഡാ നീ ഇങ്ങ് വന്നേ. നീ പോയി ചോദിക്കേ. ആ ശരി ശരി. ഒരു അഡ്രസ് ചോദിക്കാൻ പോലും അറിയത്തില്ല. പോടാ. ചേട്ടാ, ചേട്ടാ. എന്താടാ? ചേട്ടാ, ഈ ഭൂതമംഗലത്തെ മുകേഷിന്റെ വീടൊന്ന് കാണിച്ചരാവോ ചേട്ടാ? ആരെ വീട്? മുകേഷിന്റെയാ? അതെ ചേട്ടാ. ആ കാണിച്ചൊക്കെ തരാം, പക്ഷെ ചെലവാകും. ചെലവാകുമെന്നോ? എത്ര ചെലവാകും ചേട്ടാ? കൂടുതലൊന്നുമില്ല, ഒരു പൈന്റ്. എന്തിനാ പൈന്റ്? ഫുള്ള് വാങ്ങിച്ചു തരാന്നേ. ചേട്ടൻ വീടൊന്ന് കാണിച്ചു തന്നാ മതി. ശരി, ആരെ വീടാ കാണേണ്ട അതാദ്യം പറ. അയ്യോ, ഇവൻ വീണ്ടും ഒന്നിനും തുടങ്ങുകയാണല്ലോ. ചേട്ടാ, ഈ ഭൂതമംഗലത്തെ മുകേഷ് എന്ന് പറഞ്ഞൊരാളില്ലേ, അയാളുടെ വീട്ടിൽ പോണം. ഭൂതമംഗലത്തില് മുകേഷിന്റെ വീട്? മുകേഷ് നിനക്ക് അറിയാവോ? ചേട്ടാ, അതൊക്കെ എനിക്കറിയാം ചേട്ടാ. അയാളുടെ വീടൊന്ന് കാണിച്ചു തന്നാ മതി ചേട്ടാ. അങ്ങനെയാണെങ്കിൽ പോവാ. ഒന്ന് വാ ചേട്ടാ. ഒന്ന് നിക്ക്. എന്താ ചേട്ടാ? ബാഗ് ഇങ്ങതാ. എന്താ, അടിച്ചു മാറ്റാനുള്ള പരിപാടിയാണോ? അടിച്ചു മാറ്റാനൊന്നുമല്ല, നീ ചുമക്കണ്ടെന്ന് വിചാരിച്ചിട്ടാ. വേണ്ട ചേട്ടാ, സാരമില്ല. ബാഗ് ഞാൻ ചുമന്നോളാം ചേട്ടാ. അങ്ങനെയാണെങ്കിൽ ശരി. എനിക്ക് ചേട്ടാ ഒന്ന് കൈ പിടിക്കും. എടാ, ഇവനെങ്ങാനും കാണിച്ചു തരൂ. അപ്പൊ നിങ്ങൾക്ക് മുകേഷിന്റെ വീട് കാണണം അല്ലേ? എന്തുവാടാ? ചേട്ടൻ വന്നേ. വിശ്വസിച്ച് വെക്കാൻ പറ്റുമോ ഇവിടെ? നിങ്ങൾ വെച്ചോ, ഇവിടെ ആരും എടുക്കില്ല. അങ്ങ് അകത്തോട്ട് വെക്കി. ദാ ഇവിടെ നിന്ന് നേരെ പോയി വലത്തോട്ട് തിരിഞ്ഞ് ഇടത്തോട്ട്, അവിടെയാ വീട്. ചേട്ടാ, ഞങ്ങൾ അങ്ങോട്ട് പോയിട്ട് വരാം. വെക്കോ. ബാഗിൽ ഒരു കണ്ണ് വേണം കേട്ടോ. 2 കണ്ണും ഉണ്ടാവും. നിങ്ങൾ വെക്കോ. ചേട്ടനെ വിശ്വസിച്ചാ പോകുന്നേ. ഒന്ന് നോക്കണേ ചേട്ടാ. പോയി വിളിച്ചോണ്ടോടാ. അല്ല, നീ എവിടേക്കാ? അവരെന്താ ഇള്ള കുട്ടികളാ? ഏതു നേരം അവരുടെ വാലി തൂങ്ങി. മാറിക്കടാ. ശരിയല്ലടാ.
എടാ രാജേഷേ, എന്താ ഏട്ടാ? എടാ മുകേഷിനെ നീ കളക്ടർ ഓഫീസിൽ വെച്ച് കണ്ടെന്ന് പറഞ്ഞല്ലോ. എന്താടാ ആലോചിക്കുന്നേ? ഇന്നലെ നീ നാട്ടുകാരോടൊക്കെ പറഞ്ഞത്രേ. ഇപ്പൊ എന്തിനാ പരുങ്ങുന്നേ? വാ പോവാ. വാടാ. ഡാ, നീ എന്താ പെണ്ണ് കാണാൻ പോകണോ? വാടാ. അങ്ങുന്നേ ഇങ്ങോട്ട് നടക്കടാ. ദേ ഇവനാ. എന്താടാ ആ മുകുന്ദനെ നീ കളക്ടർ ഓഫീസിൽ വെച്ച് കണ്ടെന്ന് പറഞ്ഞത് സത്യമാണോ? ഞാൻ കണ്ടത് ശരി തന്നെയാ. പക്ഷെ അയാൾ എന്തിനാ വന്നതെന്ന് എനിക്കറിയില്ല കുന്നേ. അത് ശരി. ശരി, നീ ചെല്ല്. എന്താടാ അതൊക്കെ? അവനെ വിടല്ലേ. അങ്ങനെ വെറുതെ വിടാൻ പാടില്ല. ശത്രുക്കളെ ഒരിക്കലും വളരാൻ അനുവദിക്കരുത്. മുളകിലേ നുള്ളണം. നീ ഒരു കാര്യം ചെയ്യ്. എന്താ ആ മുകുന്ദനോട് രാവിലെ നമ്മുടെ തോട്ടത്തിലേക്ക് വരാൻ ശരി, പറയാം. വണ്ടിയിലേക്കാ. ശരി കുന്നേ. മതിയായി. അടിയോ, ഇനി എനിക്ക് നടക്കാൻ വയ്യടാ. ഡാ എന്താടാ ഇത്? ഇനി കുറച്ചു ദൂരം മാത്രമല്ലേ ഉള്ളൂ. ഒന്ന് വരിനടാ, പോവാ. എനിക്കിനി വയ്യ. എടാ കാർത്തി, ഈ നാട്ടിൽ മുകേഷ് എന്ന് പറഞ്ഞ ഒരാൾ ഉണ്ടോ ഇല്ലെന്ന് എനിക്കിപ്പോ സംശയം. ഡാ ചുമ്മാ ഇങ്ങനെ ഒരു തമാശ പറയാതെ വേഗം വാടാ, നമുക്ക് പോവാൻ നോക്കാം. ആരെ നിങ്ങൾ ഇവിടെ എന്തെടുക്കുവാ? ചേച്ചി വല്ലാതെ ദാഹിക്കുന്നു. കുറച്ച് വെള്ളം തന്നാ കുടിച്ചിട്ട് ഞങ്ങൾ വേഗം തന്നെ പോയേക്കാം. അതിനെന്താ ഇപ്പൊ കൊണ്ടുവരാം. എടാ വെള്ളം തരാതെ അവരോട് കുറച്ച് കഞ്ഞി തരുമെന്ന് ചോദിക്കും. ഓ, വിശന്നിട്ട് വയറ് കത്ത്. ഒന്ന് ക്ഷമിക്കണടാ. മുകേഷിന്റെ വീട്ടിലേക്ക് പോയാ പിന്നെ എല്ലാ കാര്യവും നോക്കിയോളൂ. കൊറേ നേരം ഇത് തന്നെ പറയാൻ തുടങ്ങിയിട്ട്. വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറ. എന്താ ഇവന്റെ. ഇതാ വെള്ളം. ചേച്ചി ഐസ് വാട്ടർ ആണോ? ദാ സാരമല്ല, എന്ത് വെള്ളമാണെങ്കിലും കുടിക്കാം. ചേച്ചി, ഇവിടെ അടുത്ത് വല്ല ഹോട്ടലും ഉണ്ടോ? എന്താ ചോദിച്ച? ഹോട്ടലോ? ഇവിടെയോ? ഇതൊരു ഗ്രാമോ? 10 കിലോമീറ്റർ പോയാൽ അവിടെ ഒരു ഹോട്ടലുണ്ട്. എന്ത് 10 കിലോമീറ്ററോ? എന്റെ ചേച്ചി, ഞങ്ങള് തിരിച്ചു പോയാലോ എന്ന് ആലോചിക്കുക. എന്തൊരു നാടാ ഇത്. എന്താ വല്ലാത്ത വിശപ്പാ? അതെ ചേച്ചി, ഭക്ഷണം കഴിച്ചിട്ട് 2 നേരമായി. 2 നേരോ? അതെന്നെ, കാലത്തും ഉച്ചയ്ക്കും. ഞാനെന്താ 2 ദിവസമായി കഴിച്ചിട്ടെന്ന് വിചാരിച്ച. അ- ശരി ശരി, അകത്തേക്ക് വാ, ഞാൻ കഴിക്കാൻ എന്തെങ്കിലും തരാം. ഇല്ല വേണ്ട ചേച്ചി, നിങ്ങൾക്ക് എന്തിനാ വെറുതെ ബുദ്ധിമുട്ട്? എടാ അവർക്ക് എന്താടാ ബുദ്ധിമുട്ട്? ചേച്ചി ചെന്ന് കൊടംപുള്ളി ഇട്ട മീൻകറി ഉണ്ട് കുറച്ചെടുത്തോണ്ടോ. ചേച്ചി എന്ത് തന്നാലും ഞങ്ങൾ തിന്നോളാം. എന്താടാ ഇത്? ഒരുമാതിരി പിച്ചക്കാരന്മാരെ പോലെ. മാനം പോവുക. പിന്നെ നീ കൊമ്പത്തെ ആളല്ലേ മാനം പോവാനായിട്ട്. ചോറ് തരാന്ന് പറഞ്ഞിരിക്കുക, അതിനാദ്യം സന്തോഷിക്ക്. പോയി കഴിക്കടാ. എന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ആർത്തി പണ്ടാരമേ. വാ ചേച്ചി, സാമ്പാർ ഉഗ്രനായിട്ടുണ്ട്. വിശക്കുമ്പോ എന്ത് തന്നാലും രുചിയായിട്ട് തോന്നും. അയ്യോ ചേച്ചി, സത്യമായിട്ടും പറയാ, എല്ലാം ഉഗ്രം കറികളാ. ശരി ശരി, വയറ് നിറച്ച് കഴിച്ചോ. ചേച്ചി, ഈ ഉപകാരം ഞങ്ങളുടെ ജീവൻ ഉള്ളിടത്തോളം കാലം ഞങ്ങൾ മറക്കില്ല. വിശന്ന് ഞങ്ങൾ വന്നപ്പോ വയറ് നിറച്ച ആഹാരം തന്നില്ലേ, ഇത് ഞങ്ങൾ മറക്കില്ല ചേച്ചി. എന്തിനാ ഇങ്ങനെ വലിയ വലിയ വാക്കുകളൊക്കെ പറയുന്നേ? എന്നാ ചെറിയ വാക്കായിട്ട് പറയാം. വളരെ താങ്ക്സ് ചേച്ചി. കഴിക്കട കഴിക്കട. ദേവി, എനിക്ക് പ്രാർത്ഥന ഒന്നേ ഉള്ളൂ. എന്റെ അച്ഛനെയും അമ്മയും എന്റെ കൺമുന്നിൽ തന്നെ കൊന്ന് ഈ നാട് തന്നെ എന്നെ അംഗീകരിക്കാത്ത സ്ഥിതിയിൽ മാറ്റിയ ആ ജയകൃഷ്ണൻ എന്റെ കൺമുന്നിൽ തന്നെ ദാരുണമായി മരിക്കുന്നത് ഞാൻ കാണണം. അത് നീ സാധിച്ചു തരണം. ഒന്ന് വരിനടാ. ഇങ്ങോട്ട് ഒന്ന് വരാൻ പെട്ടെന്ന് വാടാ. നീ പോടാ. എനിക്ക് വയ്യടാ. എടാ, വാടാ. ഒന്ന് വാടാ. എഴുന്നേറ്റ് വരാനാ. എടാ വാടാ. വേണ്ട തന്നാലുണ്ടല്ലോ. അവിടെ ഒരു അമ്പലം ഇരിപ്പുണ്ട്, ഒന്ന് വേഗം വന്നേ. വാ. ഓ, കാലൊക്കെ വേദനിച്ചിട്ട് ഒരു പരുവായി. ഒന്ന് വേഗം വാടാ. ഒന്ന് വാടാ. എനിക്ക് വയ്യ. എന്താടാ ഇത്? ഇനി കുറച്ചു ദൂരം മാത്രമല്ലേ ഉള്ളൂ, ഒന്ന് പെട്ടെന്ന് വന്നേ. ഇനിയും കുറച്ചേ ഉള്ളെന്ന്.
കുറച്ചെന്നും പറഞ്ഞ് കിലോമീറ്ററുകളായി നടക്കാൻ തുടങ്ങിയിട്ട് ഇനിയും എത്ര ദൂരം ഉണ്ടോ? ഈടാ അളിയ ആ രാജേഷിനൊന്ന് ഫോൺ ചെയ്യ്. നമ്മളെ കൊണ്ടുപോകാൻ ആരെങ്കിലും പറഞ്ഞു നമ്മളെന്താ വലിയ കൊമ്പത്തെ ആൾക്കാരെ കാർ അയച്ച് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകാനായിട്ട്? അതിന് ഇത്രയും ദൂരം നടക്കേണ്ട കാര്യമൊന്നുമില്ല. ഡാ ഒന്ന് അടച്ചു വെക്ക്. നിനക്ക് ഇതിന്റെ വല്ല കാര്യമുണ്ടോ? അവനോട് പോവാൻ പറ. മച്ചു നോക്കടാ. എന്താടാ ഇതുവരെ നിങ്ങൾ പെമ്പിളരെ കണ്ടിട്ടേ ഇല്ലേ? ഇതുപോലത്തെ ഇതുവരെ കണ്ടിട്ടേ ഇല്ലളിയാ. ഒന്ന് മാറി നിൽക്കണടാ. ഹലോ, എക്സ്ക്യൂസ് മീ. എന്താ? ഈ മുകേഷിന്റെ വീട് എവിടെയാന്നൊന്ന് പറഞ്ഞു തരാവോ? മുകേഷോ? ഏത് മുകേഷാ പറയുന്നത്? ഏത് മുകേഷ് എന്നോ? അളിയാ, ഇവിടെ ഒരുപാട് മുകേഷുമാരുണ്ടെന്ന് തോന്നണല്ലോ. അതെല്ലോ. അത് പിന്നെ അവന്റെ ബന്ധു ഒരാള് ട്രിവാൻഡ്രത്ത് കമ്പ്യൂട്ടർ സെന്ററിൽ വർക്ക് ചെയ്യുന്നില്ലേ? അവനാ? അതെ അതെ, അവൻ തന്നെ, അവൻ തന്നെ. അടെ അവന്റെ പേരെന്താ പറഞ്ഞേ? അളിയാ രാജേഷോ? അങ്ങനെ ആരും എനിക്കറിയില്ല. അവിടെ നിന്നും പോയി, നീ തന്നെ ചോദിക്കടാ. അതെ, ഞാനൊന്ന് ഫോൺ ചെയ്തു തരാം, ഒന്ന് സംസാരിക്കാവോ? ഹലോ, ഞാൻ എന്തിനാ അയാളുടെ അടുത്ത് സംസാരിക്കുന്നത്? നിങ്ങളൊക്കെ ആരാ? എന്തിനാ ഇവിടെ വന്നിരിക്കുന്നത്? അതെ, ഒരു മിനിറ്റ്. എടാ, അവന്റെ പേരിന് മുമ്പില് എന്തോ ഒരു സംഭവം ഉണ്ടല്ലോ. അതെ, ഒന്ന് നിക്കണേ. എന്തിനാണ് അങ്ങനെ വിളിച്ചു പോകുന്നത്? അതും ശരി തന്നെ. ഒലിപ്പിക്കല്ലേ, ഇങ്ങോട്ട് വാ. എടാ മുകുന്ദ, നിനക്കെന്തിനീ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ? നമ്മൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? കാലാകാലങ്ങളായി ഒരാൾക്കും പ്രയോജനമില്ലാത്തത് അത് എന്റെ പേരിലാക്കിയിരിക്കുന്നു. അതിലെന്താടാ തെറ്റ്? അത് തെറ്റൊന്നുമല്ല, പക്ഷെ അടുത്തവന്റെ സ്വത്തിന് ആഗ്രഹിക്കുന്നില്ലേ, അത് വലിയ തെറ്റാ. എടാ, നമ്മൾ തമ്മിൽ അതുപോലെയാണോ? നിനക്ക് എന്തെങ്കിലും വേണമെങ്കിൽ എന്നോട് ചോദിക്കും, ഞാൻ ചെയ്തു തരാം. എനിക്കൊന്നും വേണ്ട, പക്ഷെ നീ ആരെയൊക്കെ പറ്റിച്ച് വസ്തുക്കൾ സ്വന്തമാക്കിയോ അത് അവർക്ക് തന്നെ തിരിച്ചു കൊടുത്തേക്ക്. പിന്നെ ഞാൻ ഈ നാട്ടിൽ തന്നെ ഉണ്ടാവില്ല. അത് ശരി, നീ ആദ്യം പറഞ്ഞല്ലേ അതെനിക്ക് പറ്റില്ല. പിന്നെ രണ്ടാമത് പറഞ്ഞതല്ലേ നീ അത് ചെയ്യേ. നീ പോകേണ്ടത് ഈ നാട്ടിൽ നിന്നല്ല, ഈ ലോകത്തുനിന്ന് പൊക്കോ. എടാ, അവനങ്ങ് യാത്രയാക്കിട്ട് വാ. അയ്യോ, എനിക്ക് വയ്യേ. ഇവനിത് എങ്ങോട്ടായി പോകുന്നത്? അവിടെ എന്താടാ ഇത്? ഒന്ന് വാ, വേഗം വാടാ. മര്യാദക്ക് ഒരു ബൈക്ക് വെച്ചാൽ ഞാൻ പറഞ്ഞേക്കാം. കണ്ണു നോർന്ന് നടക്ക്. വാ. എന്തൊരു സ്ഥലമുണ്ടാ, എത്ര നേരം നമ്മൾ നടക്കാം. ഈ സ്ഥലത്ത് സ്വാതന്ത്ര്യം കിട്ടിയില്ലേ? ബസ്സും ഓട്ടോയിലും ഒന്നുമില്ല. ഈ വണ്ടി ഇങ്ങനെ നട റോട്ടിൽ നിർത്താതെ ഒന്ന് ഒതുക്കി നിർത്തിക്കൂടോ. നിനക്കെന്താ ഒതുങ്ങിപ്പോക്കൂടെ? ഡീസന്റ് ഡ്രസ് ഇട്ടുകൊണ്ട് താൻ എന്ത് വർത്താനേ പറയണേ? മര്യാദക്ക് ഇവിടുന്ന് പോടാ. ഹലോ, അവനിപ്പോ എന്താ പറഞ്ഞേ? വണ്ടി മാറ്റിയിടാനല്ലേ പറഞ്ഞേ? റോഡിന് നടക്ക് വണ്ടി ഇട്ടിട്ട് മെക്കിട്ട് കയറുന്നു. വണ്ടി എടുത്ത് മാറ്റടാ. പറഞ്ഞില്ലടാ, പോടാ. ആദ്യം നീ പോടപ്പാ. അങ്ങനെ പേടിച്ച് പോകാൻ പറ്റൂ? നമ്മള് വന്ന ജോലി നോക്കാം. നീ ഒന്ന് വന്നേ. വാ. അവൻ നാക്ക് ശരിയല്ലേ? നീ വാ. നമ്മൾ ആരാണെന്ന് അവന്മാർക്ക് അറിയില്ല. എനിക്ക് ദേഷ്യം മുന്നിട്ട് ഞാൻ രണ്ടെണ്ണം കൊടുക്കണമെന്ന് വിചാരിച്ചതാ. അവൻ വെള്ള ഷർട്ട് ഇട്ടാ വിട്ടത്. ഓ പിന്നെ
നീ ഒരുപാടങ്ങ് ചെയ്യും. പിന്നെ ചെയ്യാതെ എന്നെ കുറിച്ച് നിനക്ക് അറിയാൻ പാടില്ല എന്നിട്ടാ. ഒന്ന് പോടാ. ആരാടാ അവന്മാര്? ആരെങ്കിലും നീ വാടാ. നീ വാ. വെറുതെ ഒന്ന് ഇടിക്കുക. അവന്മാര് റോഡിന് നടക്ക് വണ്ടിയിട്ട് മെക്കിട്ട് കയറുന്നു, യവന്മാരാണെങ്കിൽ ഇടിച്ചിട്ട് പോകുന്നു. ഇവന്മാർക്കൊക്കെ വട്ടാന്ന് തോന്നുന്നു. ശരിയാ. എന്താക്കിടാ? തീർത്തോണാ. ശരി അണ്ണാ. അളിയാ, ദാ വെള്ളം കാണുന്നു. നമുക്ക് കാലും മുഖമൊക്കെ ഒന്ന് കഴുകിയിട്ട് പോവാം. പെട്ടെന്ന് വാ. നീയും വാടാ. ഒന്ന് പോടാ, പോയിട്ട് വേഗം വാ. എന്റെ ഒരു കാര്യം. അളിയാ ഇങ്ങ് വന്നേ, വാടാ വാ. എടാ ഒന്ന് എന്താടാ? പെട്ടെന്ന് വാ. ഇങ്ങോട്ട് വന്നടാ ഒന്ന്. ഇവനെന്താടാ വെള്ളം കണ്ട് പേടിച്ചു? എന്താ കാര്യം പറ. എന്താ പ്രശ്നം എന്ന് പറയടാ. എന്താ ഇത് കണ്ടില്ല. എന്താ? അത് അളിയാ, പറഞ്ഞ- അളിയാ, നീ ഇങ്ങോട്ട് നിക്കല്ലേ? വാ, വാ, എടാ, പറഞ്ഞ നിക്ക്, കേട്ടോ. എടാ, നിക്ക്, ഒന്ന് നോക്കി പറയാനാ ചോദിച്ചു. പറഞ്ഞെ. നിന്നോട് എടാ, പറഞ്ഞ ആരും നോക്കി മനസ്സിലായി. ചോദിച്ചു. എടാ, എടാ, കണ്ടിട്ട് മര്യാദയ്ക്ക് പാവം ഇടാൻ തോന്നുന്നു. നമുക്ക് നമുക്ക് ആവശ്യമില്ല. രക്ഷിക്കടാ. വാ, പറഞ്ഞ നമുക്ക് രക്ഷിക്കടാ, വാ. എടാ, വാടാ, വാടാ. വാടാ. പറഞ്ഞാ മനസ്സിലാവില്ലെങ്കിൽ പോയി വലിച്ചോണ്ട് വാ. ഇവന്റെ ഒരു കാര്യം. ഇവനെന്താ പറഞ്ഞ മനസ്സിലാവില്ലേ? എന്താ ഇവൻ ചെയ്യാ? കാരണം നമ്മളും കൊടുക്കുന്നത് തോന്നുന്നു. അതെ അതെ, എല്ലാ തലവേദനയും കയറ്റി വെക്കും. ശ്ശേ. എടാ, ഇത് പിടിക്ക്. ശരി, വാ. നീ വലിച്ചോണ്ട് വാ, 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 വാ. പിടിക്ക്. വാ. ആരാടാ ഇത്? പതുക്കെ, പതുക്കെ. കേരടാ, വലിച്ച്. നോക്കട്ടെ, ആര് നോക്കട്ടെ, ഇങ്ങോട്ട് തിരിക്കണം. നോക്കട്ടെ. ആരാടാ അത്? എടാ, ഇവൻ ആരാന്നറിയില്ല. ഒന്നുമില്ല. മരിച്ചെന്ന് തോന്നുന്നു. ഒന്ന് വേഗം വരണ്ട. വാ. ഇനി അത് തന്നെ വിചാരിച്ചുകൊണ്ടിരിക്കേണ്ട ഒരു ആവശ്യമില്ല. അതൊക്കെ അങ്ങ് മറന്നേക്ക്. അയ്യോ, എൻ്റെ അമ്മോ. എന്തൊരു കഷ്ടം ഇത്. എടാ, ഇങ്ങോട്ട് വന്ന് കേറാതെ അവിടെ എങ്ങനെ പോയിരിക്കും. ഓ, ദാ, എന്താടാ ഇങ്ങനെ ഇരുന്ന് കളഞ്ഞേ? ദാ സ്ഥലം എത്തിയല്ലോ. മനസ്സിലായി അളിയാ. പിന്നെ എന്താ പ്രശ്നം? വാ, മുകേഷിന്റെ വീട് പോയി നോക്കാം. എടാ, ഇനി ഞങ്ങക്ക് നടക്കാൻ പറ്റില്ല. നീ നിന്റെ പണി നോക്ക്. എടാ, ആ രാജേഷിന് ഫോൺ ചെയ്ത് ആരെങ്കിലും വിട്ട് നമ്മളെ വിളിച്ചോണ്ട് പോകാൻ പറ. എടാ, അവൻ പറഞ്ഞ നല്ല ഐഡിയ. നീ ആദ്യം ഫോൺ ചെയ്. നിന്റെയൊക്കെ കൂടെ ഇറങ്ങി തിരിച്ച് എന്നെ പറഞ്ഞാൽ മതിയല്ലോ. രാജേഷേ, പറയണേ സാർ. തന്റെ നാട്ടിലാ ഞങ്ങളിപ്പോ നിൽക്കുന്നത്. എന്താ സാർ, എന്താ പറ്റിയേ? ഞങ്ങള് വല്ലാത്ത ദേഷ്യം പിടിച്ചിരിക്കുക. മുകേഷിനെ കണ്ടോ നിങ്ങള്? ഈ മുകേഷിനെ പിഷാരടിയൊന്നും ഞങ്ങൾക്ക് അന്വേഷിച്ചോണ്ടിരിക്കാൻ പറ്റില്ല. നിങ്ങൾ ആദ്യം ചെന്ന് കാണ്. ആദ്യം അയാളോട് ഇങ്ങോട്ട് വരാൻ പറ. ശരി സാർ, നിങ്ങൾ നാട്ടിലെത്തിയല്ലോ. ആ, ഇവിടെ ഒരു ചെറിയ ജംഗ്ഷന് ഒരു പീടിക ഉണ്ടല്ലോ. ഞങ്ങൾ അവിടെ തന്നെ ഉണ്ട്. ശരി സാർ, അവിടെ തന്നെ നിൽക്ക്, ഞാൻ ആളെ വിടാം. ഒന്ന് വേഗം വരാൻ പറ. ശരി സാർ, വെയിറ്റ് ചെയ്യേ. ഇപ്പൊ ആളെ അയക്കാന്ന്. ഇപ്പോഴെങ്കിലും നീ ഒരു നല്ല കാര്യം ചെയ്തല്ലോ. ഞാൻ തളർന്നു പോയി. നമസ്കാരം ചേട്ടാ. താനാരാ? കൊച്ചിയിലുള്ള രാജേഷ് അയച്ചതാ എന്നെ. ഓ, അങ്ങനെയാണോ? ശരി, മുകേഷ് എവിടെ? അദ്ദേഹം നാട്ടിലേക്ക് പോയിരിക്കുക. നാട്ടിലേക്ക് പോയെന്നോ? അളിയാ, കേട്ടില്ല, ഇവിടെ ആളില്ല. കുഴപ്പമൊന്നുമില്ല, ഞാൻ നിങ്ങളെ നോക്കിക്കോളാം. നീ നോക്കിക്കോളാന്നോ? ശരി, പോയി ബാഗ് എടുത്ത് വന്നാലോ? ആ, ശരിടാ. അതൊക്കെ ഞാൻ എടുത്തോളാം, നിങ്ങളൊന്ന് വന്നേ. വാ. നടക്ക് പോവാം. ബാഗ് അങ്ങനെ പോയി എടുത്തോണ്ട് വരട്ടെ. എടാ, അളിയാ, ഒന്ന് പിടിച്ചടാ, എഴുന്നേക്കിട്ടെന്ന്. എന്റെ ഒരു കാര്യം. വാ. ഇനി കുറച്ചു ദൂരം കൂടെ നടന്നാൽ ഇവനെ നമ്മൾ എടുത്തോണ്ട് പോകേണ്ടി വരും. ഇതാ വീട്. മുകേഷേട്ടൻ വരുന്നവരെ നിങ്ങൾ ഇവിടെ തന്നെ താമസിച്ചോ? വരണ്ട, വാ, പോവാം. ഭവാനി, നിന്നെ അണ്ണം വിളിച്ചോണ്ട് വരാൻ പറഞ്ഞു. എന്താ ഈ നേരത്തോ? ഏത് നേരത്താണെങ്കിൽ നിനക്കെന്താ? വരുവോ വരില്ലേ അത് പറ. നാളെ രാവിലെ വരാന്ന് പറ. രാവിലെ വന്നോണം.
ഹലോ, ഒരു മിനിറ്റ്. നിങ്ങൾ ഇവിടെയാണോ താമസിക്കുന്നത്? അതെ. ഇവിടെയാന്നൊന്ന് പറയായിരുന്നു. എന്തിനാ പറയുന്ന? അല്ല, ഒന്ന് അറിഞ്ഞിരിക്കാലോന്ന് വിചാരിച്ചാ. എന്തിനാ? അതിന് തെറ്റിദ്ധരിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഞാനൊന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇത് ഞങ്ങൾക്ക് പരിചയമില്ലാത്ത ഒരു നാടായി പോയി. ഈ നാട്ടിൽ ആദ്യമായിട്ട് വന്ന് പരിചയപ്പെട്ടത് നിങ്ങളെയല്ലേ? അല്ല, ഇയാൾക്ക് വേറെ ജോലി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നോക്ക്. ഒന്ന് കുരുക്കാൻ നോക്കിയപ്പോ നടക്കും തോന്നുന്നില്ലല്ലോ. എന്താടാ കഴിഞ്ഞു? എടാ രാഘവ, തന്നോട് ഞാൻ എന്താ പറഞ്ഞു? യൂറിയ വാങ്ങിച്ചോ? പരുത്തിക്കുരു 2 ചാക്ക് വാങ്ങിച്ചോ? എടാ ഞാൻ പറയുന്നൊന്ന് കേക്കടാ പുല്ലേ. അനിയ, എടാ നിന്നല്ലടാ, ഒരു മിനിറ്റ് ഒന്ന് നിന്നേ. എന്താ ഏട്ടാ? മോനെ, നീ എന്തിനാ ഇവിടെ വന്നിരിക്കുന്നതെന്ന് എനിക്കറിയില്ല. ഒരു കാര്യം പറഞ്ഞാൽ തെറ്റിദ്ധരിക്കില്ലല്ലോ. എന്താ തെറ്റിദ്ധരിക്കാത്ത രീതിയിൽ കാര്യം പറയാറിയില്ലേ? ആ ഭവാനിയുടെ കൂടെയുള്ള കറക്കൊന്ന് നിർത്തുകയാണെങ്കിൽ നന്നായിരിക്കും. ഓഹോ, അപ്പൊ ഇത്രയും നാള് എന്നെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യായിരുന്നു അല്ലേ? എങ്ങനെയെങ്കിലും ഊരണം. ഭവാനിയുടെ കൂടെ ഞാൻ കറങ്ങുന്നു നിങ്ങളോട് ആരാ പറഞ്ഞത്? ഇതൊക്കെ നാട്ടുകാർക്ക് മുഴുവൻ അറിയാം, പിന്നെ ഞാൻ അറിയാതിരിക്കൂ? ഞാൻ പറയുന്നതിൽ വേറൊന്നും വിചാരിക്കരുത്. കണ്ടിട്ട് കുടുംബത്തിൽ പറഞ്ഞാ തോന്നുന്നത്. ആര്? ഞാനോ? ശരി, പറഞ്ഞോ പറഞ്ഞോ. ജയകൃഷ്ണന്റെ കണ്ണി പോയി പെടരുത്. അവൻ നിങ്ങളെ വെറുതെ വിടില്ല. അത്രയല്ലേ ഉള്ളൂ? പറഞ്ഞു കഴിഞ്ഞല്ല. എന്നാ ചേട്ടൻ ചെല്ല്. ഇവനൊക്കെ അടി കാശ് കൊടുത്ത് വാങ്ങുന്ന തോന്നുന്നു. ഡാ മണി, ഡാ എടാ എഴുന്നേക്ക്. ഡാ ശേഖർ, എഴുന്നേക്കടാ. എടാ രാജേഷിനെ കാണാൻ പോകണ്ടേ? എടാ എടാ എഴുന്നേക്കാൻ. എന്റെയൊക്കെ ഒരു കാര്യം. രാജേഷേ, ഈ മുകേഷ് എവിടെയാ പോയത്? പെട്ടെന്ന് വരും ചേട്ടാ. ഞങ്ങൾ വന്നിട്ട് എത്ര ദിവസമായെന്നറിയാലോ. എന്താ അയാൾ മൊബൈൽ ഫോണൊന്നും ഉപയോഗിക്കാറില്ലേ? ഉപയോഗിക്കാറില്ല ചേട്ടാ. ശരിയാ, ശേഖരും മണിയൊക്കെ എവിടെയാ? അവരിനി എഴുന്നേറ്റില്ല, ഉറങ്ങുക. അവരുടെ കാര്യം വിട്ടേക്ക്. ഇയാൾ എപ്പോഴാ വരിക? ഇങ്ങനെ വെറുതെ ഇരുന്ന് ഭ്രാന്ത് എടുക്കുക ഞങ്ങക്ക്. നാട്ടിലേക്ക് പോയിരിക്കും ചേട്ടാ. 2-3 ദിവസത്തിനുള്ളിൽ വരൂ. 2-3 ദിവസോ? ഒന്ന് പോടും. ആ, എല്ലാവരും ഇവിടെ ഉണ്ടാവണം. പോയിട്ട് ഞാനിങ്ങോട്ട് വരാം. ശരി അണ്ണാ. അങ്ങനെ എങ്ങോട്ടാ പോകുന്നത്? നീ എന്തിനാ എന്നെ അടിച്ചേ? പോകുമ്പോ എവിടെ പോകണം ചോദിക്കാൻ പാടില്ലെന്ന് പറഞ്ഞിട്ടില്ല നിനക്ക്? അങ്ങനെ തനിച്ചു പോകുന്നോണ്ടാ ഞാൻ ചോദിച്ചത്. തന്നെ നിനക്കെന്താ? നീ വിടറ, അങ്ങേര് എത്ര പേരെ മുകളിലേക്ക് അയച്ച ആളാ. എടാ, നമ്മൾ തമ്മിൽ എന്തിനാ അടി കൂടുന്നേ? അങ്ങൊന്ന് വരുന്നവർ ഒരു സെറ്റ് കളിക്കാ ഇരി. ഇത് നമുക്ക് വേണ്ടി വന്ന പോലെ ഉണ്ടല്ലോ.
നിക്കുമോളെ. നിക്കാൻ പറഞ്ഞില്ലേ? എന്തിനാ വിളിച്ച? എന്താ കാര്യം? എന്താ ഈ നാട്ടില് പുതിയതാ? ആ അതെ. എന്താ നിന്റെ പേര്? ഭാഗ്യശ്രീ. ആരുടെ വീട്ടിൽ വന്നതാ? ഇവിടുത്തെ രാജശേഖരന്റെ വീട്ടിലേക്ക് വന്നതാ. അത് ശരി. ഞാൻ ആരാണെന്നറിയാമോ? അറിയാം. അതെയോ? അതിനുള്ളിൽ നമ്മുടെ പേര് നാട്ടിലാകെ പ്രശസ്തമായോ? ശരി, എങ്കിൽ നമുക്ക് പോയാലോ? ഞാൻ വീട്ടിലേക്ക് പോവാ. നിക്കുമോളെ, എന്തിനത്ര തിരക്കൂട്ടുന്നേ? ഇല്ല, എനിക്ക് സമയായി. അത് ശരി, ചെല്ല് ചെല്ല്, തൊട്ട് പിന്നാലെ ഞാനുണ്ട്. എടാ അവനിത് എവിടെ പോയടാ? വാ നോക്കാം. എടാ ഒന്ന് വേഗം വാടാ. എന്ത് രസമുള്ള സ്ഥലമല്ലേ? എന്തൊക്കെയാണെങ്കിലും ഗ്രാമത്തിന്റെ ഭംഗിയൊന്നും വേറെ തന്നെ. അവനിനി എവിടെ പോയി കണ്ടുപിടിക്കണമെന്ന് അറിയില്ല. നീ വാടാ, എവിടെ എവിടെങ്കിലും കാണും. ഓ എന്റെ അമ്മോ, എന്തൊരു ചൂട്. എടാ ഇവനെ അന്വേഷിച്ച് നമുക്ക് വയസ്സാകുമെന്നാ തോന്നണേ. ഇവനിത് എവിടെ പോയി കിടക്കുക? ഇവന്റെ ഒക്കെ കൂടെ ഇറങ്ങി തിരിച്ച നമ്മളെ വേണം പറയാൻ. എന്താണ് നീ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നേ? എന്തോന്ന് മേത്ത് വീണു. അങ്ങോട്ട് നോക്കടാ. വാടാ, ഇറങ്ങി വാടാ. എടാ സൂക്ഷിച്ചിറങ്ങ്, വീണ് കൈയും കാലും ഒടിയണ്ട. നീ മരത്തിന്റെ മുകളിൽ എന്തെടുക്കുമായിരുന്നു? മുകളിലൊന്ന് നോക്ക്, ഇവിടത്തെ പല സംഭവങ്ങളും കാണാൻ കഴിയും. എന്തായി പറയുന്നത്? എല്ലാം ഞാൻ പറഞ്ഞു തരാം, നീ വാടാ. വാ, വരാനാ പറഞ്ഞ. എന്തായിരിക്കും? വേണ്ട, എന്നെ വിട്. എനിക്ക് പോണം. വേണ്ട, എന്നെ വിട്ടേക്ക്. എനിക്ക് കല്യാണം നിശ്ചയായിരിക്കാം. ആയിക്കോട്ടെ, ഞാനും മണവാളന. പുതിയ മുണ്ട്, പുതിയ ഷർട്ട്, എങ്ങനെയുണ്ട്? വേണ്ട അങ്ങനെ, ഞാൻ പറയുന്നത് കേക്ക്. നീയാണ് കേൾക്കേണ്ടത്. ഞാൻ പറയുന്നത് ഈ നാട് മുഴുവൻ അനുസരിക്കും, മനസ്സിലാവുന്നുണ്ടോ? ഇതാ നോക്ക്, മര്യാദയ്ക്ക് പറയുന്നത് അനുസരിച്ചാൽ ഒരു പ്രശ്നം കൂടാതെ നിനക്കൊന്ന് പോകാം. അതല്ല എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയ പിന്നെ ജീവനോടെ പോകില്ല നീ. കിടക്ക കിടക്കടേ. ഒരു സംഭവം കാണിച്ചു തരാം, നിങ്ങൾ വാ. എന്ത് നാടാ ഇവിടെ? പേടിക്കില്ല മോളെ. വേണ്ട, ഇതെന്താ? ഒന്നുമില്ല, നീ എന്നെ വിട്ടേക്ക് അങ്ങനെ. വേണ്ട അങ്ങനെ. ചെയ്യരുത്. എന്നെ കുറിച്ച് ശരിക്കറിയില്ല. എന്നെ വെറുതെ ടെൻഷൻ കേട്ടാൻ വേണ്ടി നടക്ക. എന്തിനാ മോളെ നീ ആവശ്യമില്ലാതെ എല്ലായിടത്തും മറയ്ക്കുന്നേ? ഒഴിക്കടി ഇങ്ങോട്ട്. പറഞ്ഞനുസരിക്കേ, ഒഴിക്കാൻ. ഒരുപാട് ബലം പിടിക്കില്ല മോളെ. ആരാണത്? അവൾ ആരാന്ന് ചോദിച്ചത്? ആരാണത്? എന്റെ അടുത്താണ് നിന്റെ ഒക്കെ കളി. ആരവിടെന്ന് ചോദിച്ചു കേട്ടടാ. ധൈര്യം ഉണ്ടെങ്കിൽ നേരിട്ട് വാടാ. ഞാൻ ആരാണെന്ന് അപ്പൊ കാണിച്ചു തരാം. ധൈര്യം ഉണ്ടെങ്കിൽ വാടാ.
ശരിയാണോ? എന്ത് രസമല്ലേ? നീ പറഞ്ഞത് ശരി തന്നെയാടാ. അങ്ങനത്തെ ഒരു സംഭവം ഞാൻ ഇതുവരെ കണ്ടില്ല. ആ പിന്നല്ലാതെ പറഞ്ഞ നിനക്കും മനസ്സിലാവും. അതെ, അതെ, ശരിയാ, ശരിയാ, ശരിയാ. ശരിയാ ശരിയാ. ഇത്രയും വിശാലമായ സ്ഥലത്ത് പിന്നെ എന്തൊക്കെ ആ, കാര്യങ്ങൾ അതെ, ചെയ്യാൻ അതെ. പറ്റുമെന്നറിയോ? ഒരു സമയം. നിക്കടാ. ദാ, അങ്ങോട്ട് നോക്കടാ, ഒരുത്തൻ ഓടുന്നുണ്ടോ? എടാ അത് നമ്മുടെ അണ്ണനാ. എല്ലാവരും എവിടെ പോയി കിടക്കടാ. എല്ലാവരും എവിടെയായിരുന്നടാ? എന്ത് പറ്റിയ കഷ്ടകാലത്തിന് സഹായിക്കാൻ വേണ്ടി ഓരോരുത്തരെ വെക്കുമ്പോ നിങ്ങൾക്ക് എന്നെ ചതിക്കാൻ നോക്കണോ? അണ്ണാ ഞങ്ങളെ അങ്ങനെ ഒരിക്കലും കരുതരുത് അണ്ണാ. ഒരു പരിചയമില്ലാത്ത 3 പേര് എനിക്ക് നല്ലൊരു പണി തന്നിരിക്കുക. ആരാ അങ്ങനെ അവന്മാര്? മറ്റാരുമല്ല, ആ മുകേഷിന്റെ വീട്ടിൽ താമസിക്കാൻ വന്നിരിക്കുന്നില്ലേ, ആ 3 പേര്. അവന്മാരെ കുറിച്ച് അന്നേ പറയണമെന്ന് കരുതിയതാ. നമ്മുടെ ആ ഭവാനി കൊച്ചില്ലേ, അവളും ആ 3 അവന്മാരുടെ കൂടെ കറങ്ങി നടക്കുന്നുണ്ട്. എന്തൊക്കെയാടാ നീ പറയുന്നേ? വിടരുത് അവരെ, അങ്ങനെ വെറുതെ വിടാൻ പാടില്ല. അവരെ പൊക്കിയെടുത്തിട്ട് വാടാ. ശരിയാണ്. അവരെന്ന് പിടിച്ചേ പറ്റൂ. കണ്ടോടാ അവരെ? കണ്ടില്ല. അയ്യോ, കിട്ടിയില്ല. ഇല്ല. വാടാ. അണ്ണാ അവന്മാര് വരുന്നത് ഇവിടെയാ. ദാ, പോയി നോക്ക്. ശരി. എന്തായടാ? കാണുന്നില്ല അണ്ണാ. അവന്മാരിങ്ങോട്ട് വരും. അതുവരെ അണ്ണൻ ഇവിടെ നിൽക്കണ്ട, അണ്ണൻ വീട്ടിലേക്ക് ചെല്ല്. അവന്മാരെയും കൊണ്ടേ ഞങ്ങൾ വരൂ. ദാ, അവരില്ലാതെ എന്റെ വീടിന്റെ പരിസരത്ത് വന്നേക്കരുത്. വണ്ടി എടുക്കടാ. എന്റെ നാട്ടിൽ വന്നിട്ട് ഛേ, എന്നോട് കളിക്കാൻ നടക്കുന്നു. എന്താ ശബ്ദം ഇവിടെ? ഓ വന്നും തോന്നുന്നു. വിടാൻ പാടില്ല, ഒരുത്തനും വിടില്ല. കുടിക്കാൻ തണുത്തത് എന്തെങ്കിലും കൊണ്ടുപാടി, എന്നിട്ട് തലക്കൊഴുക്കി പോകുന്നുണ്ടാവുന്ന വിടില്ല ഞാൻ. ഈ എന്റെ അടുത്ത് കളിക്കണമെങ്കിൽ അവന്മാർക്ക് എത്രമാത്രം ധൈര്യം ഉണ്ടാവണം. ചേട്ടാ ചൂടായിട്ട് ചായ എന്തെങ്കിലും? ചൂടായിട്ടോ തിളപ്പിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ മുഖത്തൊഴിക്കേ. വിടില്ല ഞാൻ. അവന്മാരെ ഒന്നിനും വെറുതെ വിടില്ല ഞാൻ.
എന്താ എന്തു പറ്റി? എന്തു പറ്റിയെന്നോ? എന്നെ നാണം കെടുത്തിയവന്മാര്. കാലാകാലങ്ങളായി എന്റെ അപ്പനപ്പൂപ്പന്മാര് ഭരിച്ച നാടായത്. ആ എന്നെ അവര് നാണം കെടുത്തിയത്. വീട്ടില് ഞാൻ അവരെ ഒരുത്തിനെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. എന്തെങ്കിലും കഴിക്കാൻ കൊണ്ടുവരട്ടെ? ഓ പറഞ്ഞില്ലേ, അവൾക്കൊരു കഴിക്കാൻ പോയി. ദേ, അവൻ വരുന്നുണ്ട്. എവിടെ എവിടെ? എടാ ഈ കാർത്തി ഇത് എവിടെ പോയി? അതേളി അവനെ എപ്പോഴും കാണാതാവല്ലേ? ചേട്ടാ, ചേട്ടാ, കഴിക്കാൻ എടുത്തു വെക്കട്ടെ? കഴിക്കാനോ? അവന്മാരുടെ കണക്ക് തീർക്കാതെ ഞാനൊരു തുള്ളി വെള്ളം പോലും കുടിക്കില്ല. മുതലാളി, ആ 3 പേരെ ഞങ്ങൾ പൊക്കി മുതലാളി. അവരെ പൊക്കിയോടാ. അവരുടെ ദേഹത്തൊരു പോറൽ പോലും വീഴാൻ പാടില്ല. എനിക്ക് അവരുടെ കണക്ക് തീർക്കാനുണ്ട്. ഞാൻ വേഗത്തേക്കാം. വരട്ടേടി. എന്താടാ ഒരു വലുതും പറഞ്ഞോ? ഇല്ല, അങ്ങനെ രണ്ട് ചവിട്ടി ചവിട്ടാ. ഒറ്റയടിക്ക് ചുരുണ്ട് വീണ് കളഞ്ഞാ. പക്ഷെ യവൻ മാത്രം കുറച്ചു നേരം നെകളിക്കുന്നു. ഇവന്മാരെ അങ്ങ് തട്ടിക്കളയണ്ട, അതാ നല്ലത്. ആരെന്നറിയാതൊന്നും ചെയ്യാൻ പാടില്ല. ആരാടാ നിങ്ങള്? പോയി വെള്ളം കൊണ്ടുപോകണ. നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് വന്നത്? അത്രയ്ക്കായോ? എന്താടാ നോക്കുന്നേ? കൊല്ലണവനെ. അണ്ണാ, എന്താ? ഭവാനി വന്നിട്ടുണ്ട്. നീ ഇവിടുത്തെ കാര്യങ്ങളും നോക്ക്. ശരി അണ്ണാ.
എന്താ ഭവാനി, പിള്ളേരെന്തൊക്കെയോ പറയുന്നുണ്ടല്ലോ, സത്യമാണോ? മനസ്സിലായില്ല. മനസ്സിലായില്ലെന്നോ? അത്രയ്ക്ക് അഹങ്കാരമായി നിനക്ക്? എന്റെ അപ്പനപ്പൂപ്പന്മാരുടെ കാലായിട്ട് ഈ നാട് ഞങ്ങൾ ഭരിക്കുക. എവിടെന്നോ വന്ന 3 പേരെ വെച്ച് എന്നെ വിരട്ടാൻ നോക്ക നീയെ? അല്ല, ആരോ നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുക. ആരോ അല്ല, തെറ്റിദ്ധരിപ്പിക്കുന്നില്ല നീയാ. നിന്റെ അച്ഛൻ്റെ അമ്മയുടെ അവസ്ഥ എന്താണെന്ന് അറിയാലോ? അതെനിക്ക് അറിയാടാ. അറിയാതെയാണോ ഇത്രയും ദിവസം കാത്തിരിക്കുന്നത്? ആ 3 പേരെയും വെച്ച് നിന്റെ കഥ തീർക്കും ഞാൻ. എന്നാലേ ഈ നാടിനൊരു നല്ല കാലം വരുള്ളൂ. എന്റെ അച്ഛനെയും അമ്മയും കൊന്ന് നിന്നെ ഞാൻ കൊല്ലാതെ വിടില്ല. അതെല്ലാം പോട്ടെ, ആരവരൊക്കെ? ആരെ കുറിച്ചാ ചോദിക്കുന്ന? ആ മുകേഷിന്റെ വീട്ടിൽ താമസിക്കുന്ന 3 പേരില്ല, അവരെ കുറിച്ചാ? അവരൊക്കെ ആരാണ് എന്താണെന്ന് ഒന്നും എനിക്കറിയില്ല. എന്നെ നിങ്ങൾ എന്തിനാ സംശയിക്കുന്നത്? ഞാൻ നിങ്ങൾക്കെതിരായിട്ട് ഒന്നും ചെയ്യില്ല. അത്രത്തോളം വിഡ്ഢിയൊന്നുമല്ല ഞാൻ. എല്ലാം എനിക്കറിയാം. ഇത് എങ്ങനെ അവസാനിപ്പിക്കണമെന്ന് എനിക്കറിയാം. എനിക്കൊന്നും അറിയില്ല എന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞതല്ലേ? നിർത്തേ. അവസാനായിട്ട് പറയാ, ഇതോടെ എല്ലാം നിർത്തിയാക്കണം. നീ ആരെ കണ്ടാണ് ഇതൊക്കെ കാണിച്ചത്? അവരൊന്നും ഇപ്പൊ ഇല്ല. മനസ്സിലായോ നിനക്ക്? പോവാ നോക്ക്. കാർത്തി, 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 മണികണ്ഠ, മണികണ്ഠ, എഴുന്നേക്ക്. മണികണ്ഠ, മണികണ്ഠ, എന്ത് പറ്റി? എഴുന്നേക്ക്. ശേഖര, ശേഖര, ശേഖര. അയ്യോ, കാർത്തി, 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 കാർത്തി. എന്താ കാർത്തി? എഴുന്നേക്ക്. നിനക്കൊന്നുമില്ല. കാർത്തി. കാർത്തി, കാർത്തി, കാർത്തി. എന്റെ കൈ പിടിച്ചു എഴുന്നേക്ക്. എനിക്ക് വേദന എടുക്കുന്നുണ്ടോ? ഇപ്പൊ എങ്ങനെയുണ്ട്? വേദന കുറവുണ്ടോ? അയ്യോ, ഇത് കണ്ടില്ലേ, വേദന എടുത്തിട്ട് ജീവൻ പോവാ. എന്താ സംഭവിച്ച? ആരാ നിങ്ങൾ ഈ സ്ഥിതിക്ക് മാറ്റിയത്? അതൊരു വലിയ കഥയാ. എടാ, എല്ലാം പറഞ്ഞോണ്ടിരിക്കണോ? ഒന്നും മിണ്ടാതിരിക്കടാ. വേദന എടുക്കുന്നേ. ഈ കതർ ഷർട്ടും മുണ്ടും ഒക്കെ കൊടുത്ത് ഒരുത്തൻ ഇവിടെ കറങ്ങി നടക്കുന്നില്ലേ? അവന്റെ കൂടെ എപ്പോഴും ഒരു 4-5 പേരുണ്ടാവും. അവൻ ആരാന്നറിയോ? കതർ ഷർട്ടും മുണ്ടെന്ന് വെച്ചാ അത് ജയകൃഷ്ണനാ. അവനെ നിങ്ങൾ എന്താ ചെയ്ത്? അവനെ ഞങ്ങൾ ഇതുവരെ ഒന്നും ചെയ്തില്ല. ഇനിയാ ചെയ്യാൻ പോകുന്നത്. അവനെ പിടിച്ച് അവന്റെ കൈയും കാലും തല്ലി ഓടിക്കും. നിങ്ങളെ പോലത്തെവർക്ക് വേണ്ടിയാ ഞാൻ കാത്തിരുന്ന്. ജയകൃഷ്ണനെ കൊല്ലാൻ നല്ല അവസരം കിട്ടി. എന്തായാലും ഞങ്ങൾ അവനെ വിടാൻ പോകുന്നില്ല. അതൊക്കെ പിന്നെ ആവട്ടെ. ആദ്യം കുറച്ചു നേരം റെസ്റ്റ് എടുക്ക. ഞാൻ പോയി കഴിക്കാൻ എന്തെങ്കിലും കൊണ്ടുവരാം.
ശരി ഭവാനി. ഇവിടെ വേദന എടുത്ത് ജീവൻ പോവും. അപ്പൊ അവൻ അടിക്കുന്നത് വേണമെങ്കിൽ തൊഴാം. അങ്ങോട്ട് നീങ്ങി കിടക്ക്. അയ്യോ. എടാ രാജേഷേ, നിന്നെ ഞാൻ അന്വേഷിച്ചുകൊണ്ടിരുന്നത്. എന്താ എന്താ ചേട്ടാ? ചേട്ടാ? ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. നീ എന്തെങ്കിലും കഴിച്ചായിരുന്നോ? കഴിച്ചു ചേട്ടാ. ഒരു കാര്യം നിന്നോട് ചോദിച്ചാൽ തെറ്റിദ്ധരിക്കില്ലല്ലോ. ഇല്ല, ചോദിച്ചു. പയ്യന്മാര് ഭയങ്കര മൂഡ് ഔട്ടാ. ഇവിടെ വല്ല ഐറ്റത്തും കിട്ടാൻ ചാൻസ് ഉണ്ടോ? ഐറ്റം ഒന്ന് വെച്ചാ? എടാ പെണ്ണുങ്ങളാടാ. എനിക്കതൊന്നും അറിയില്ല. എടാ നീ ഈ നാട്ടുകാരനല്ലേ, നീ അറിയാതിരിക്കോ? എന്തെങ്കിലും ഒന്ന് ഏർപ്പാട് ചെയ്യേ. ഒരാളുണ്ട് കേട്ടോ. പറ്റില്ലെന്ന് പറഞ്ഞാൽ നിങ്ങൾ വഴക്കൊന്നും ഉണ്ടാക്കരുത്. ഇല്ല, ഞങ്ങൾ ഒരു പ്രശ്നം ഉണ്ടാക്കില്ല. നീ വാ. വേണ്ട വേണ്ട, നിങ്ങൾ ഇവിടെ നിന്നാ മതി. അങ്ങോട്ട് നിങ്ങൾ വരാൻ പാടില്ല. ഞാൻ പോയിട്ട് വന്നേക്കാനേ. ഓ, ഇവന്റെ ഒരു കാര്യം. പോയിട്ടൊന്ന് പെട്ടെന്ന് വാ. ഇത് കൊള്ളാലോ. എന്താണ് ഈ കോലത്തില്? എന്താ നിനക്ക് പറ്റിയത്? നീ പിന്നെ എങ്ങനെ നടക്കുന്നത്? എല്ലാം മനസ്സിലാവുന്നുണ്ട്. ഒന്ന് അടങ്ങ്. അതൊക്കെ പോട്ടെ, ഞാൻ ഇവിടെ മുഴുവൻ അന്വേഷിച്ചല്ലോ. നിങ്ങൾ എവിടെയാ പോയിരുന്നത്? ശരി ശരി, അതൊക്കെ വിട്. കാര്യം എന്താണെന്ന് വെച്ചാ പറ. ഇനി മുതൽ നിങ്ങൾ അടുത്ത വീട്ടിലെ ജനലിൽ പോയി എത്തി നോക്കേണ്ട ഒരു ആവശ്യമില്ല. എന്താ പ്രശ്നം? രാജേഷിനോട് ഞാൻ പറഞ്ഞിരുന്നില്ലടാ. അവനിപ്പോ കാര്യം സംഘടിപ്പിച്ച് വെച്ചിരിക്കുക. പോയി രണ്ടുപേരും നന്നായിട്ട് സന്തോഷിക്കേ. പോടാ പോ. ഞാൻ വരാം, നിങ്ങൾ പോയിക്കാം. ഇതാ ഇവിടെ തന്നെ. കേറിക്കോ കേറിക്കോ. കാർത്തി വരുന്നില്ലേ? പുള്ളി വരുന്നില്ലെന്ന് പറഞ്ഞേ. നിങ്ങൾ കേറിക്കോ. ഓ, ഇമ്മാരുടെ ഒരു കാര്യം. ഇത് ഭവാനിയാണല്ലോ. അതേടാ ഭവാനി. ഓ അങ്ങനെ. ഭവാനി, നീ എങ്ങനെയാ ഇവിടെ? അല്ല, നിങ്ങൾ എന്തിനാ ഇവിടെ വന്ന്? അല്ല, നമ്മൾ എന്തിനാ വന്നേ? അതിന് തന്നെ. എല്ലാം എനിക്കറിയാം. ഇങ്ങോട്ട് വാ. ഒളിയോ വാ, കലക്ക കലക്ക. ശേഖര, എടാ അളിയ, നീ എവിടെ പോയതാ? എന്താടാ കാര്യം എന്താന്ന് വെച്ചാ പറ. അതൊന്നുമില്ല അളിയ. രാത്രിയിൽ ഭയങ്കര സന്തോഷമായിരുന്നു. സ്വർഗവാതിൽ തുറന്നതുപോലെ. ഹാപ്പി ആണല്ലോ അല്ലേ? ഹാപ്പി അളിയ. സന്തോഷമായല്ലോ? സന്തോഷമായി. പക്ഷെ ഒരു കുറവേ ഉള്ളൂ. നീ ഇല്ലാതെ പോയല്ലോ അളിയ. അതെന്താടാ? വന്ന പാർട്ടി അതുപോലെ അളിയ. ആരാടാ? ഭവാനിയാടാ. നീ എന്തായി പറഞ്ഞേ? നീ എന്തിനാ ടെൻഷൻ ആവുന്നേ? വേണമെങ്കിൽ രാത്രി പോയിട്ട് വാ. അതിനിങ്ങനെ ടെൻഷൻ ആയാലും എങ്ങനെയാ? കൈ എടുക്കടാ. നീയല്ലേ പറഞ്ഞയച്ചത്? നീ ഇന്ന് രാത്രി പോയിട്ട് വാ. ടെൻഷൻ ഒന്നും കുറേ. പണി നോക്ക്, ഞാൻ പോവാ. എടാ അളിയ, അവൻ അകത്ത് കിടന്നുറങ്ങുന്നു. നീ ആണെങ്കിൽ പോവാന്ന് പറയുന്നു. ഇപ്പൊ ഞാൻ എന്താ ചെയ്യണ്ടേ? നീ നിന്റെ കാര്യം മാത്രം നോക്കിയാൽ മതി. ഞാൻ പോവാന്ന് പറഞ്ഞില്ലേ? എങ്കിൽ പോടാ. ഒരുപാടങ്ങ് വിഷമിക്കല്ലേ അളിയ. ദൈവമേ, ഇവൻ തന്നെ പറഞ്ഞയച്ചിട്ട് ഇവൻ തന്നെ വേദനിച്ചാൽ എങ്ങനെയാ? ഭവാനി, നിന്നെ എനിക്ക് നഷ്ടപ്പെട്ടെന്ന് എനിക്ക് തോന്നുന്നത്. എന്ന് വെച്ച് നിന്നെ വിട്ട് ഞാൻ അകലങ്ങളിലേക്ക് പോകില്ല. എൻ്റെ മനസ്സിൽ എന്ന് നീ തന്നെ ഉണ്ടാകും. അതിന് കാരണം എൻ്റെ മനസ്സിൽ നീ എപ്പോഴും ഉണ്ട് ഭവാനി. അതെ ഭവാനി, അതെ. ഐ ലവ് യു. അല്ല, നീ എന്താ വിചാരിച്ചോണ്ടിരിക്കുന്നത്? നിന്നെ തന്നെ നന്ദിനി. എപ്പോ നോക്കിയാലും മെസ്സേജിന്റെ പുറത്ത് മെസ്സേജും സെൽഫിന്റെ പുറത്ത് സെൽഫീസും. അതെ, നിക്ക്. ഇതൊക്കെ ഞാൻ എപ്പോഴാ ചെയ്തത്? എന്താ ഇതൊന്നും ചെയ്യാത്തെന്നാ ചോദിക്കുന്നത്? നിനക്ക് എക്സാം ടൈം അല്ലേ, അതുകൊണ്ടാ ഞാന്. എക്സാമോ? അതൊക്കെ എന്റെ ജോലി. നിന്റെ ജോലി എന്താണെന്നറിയോ? എന്നെ ഫോളോ ചെയ്യണം. എന്നെ മാത്രം ഫോളോ ചെയ്യണം. അതുകൊണ്ടാ നന്ദിനി എന്റെ ജോലിയെല്ലാം കളഞ്ഞിട്ട് നിന്നെ അന്വേഷിച്ച് ഞാൻ ഇങ്ങോട്ട് വന്നത്. നിന്റെ അടുത്തൊക്കെ സംസാരിക്കാൻ വന്ന എന്നെ പറഞ്ഞാ മതി. ഏയ് നിക്ക്, ഞാൻ പറയുന്നൊന്ന് കേക്ക്. എന്ത് ധൈര്യം ഉണ്ടെങ്കിൽ നീ എന്നെ കിസ് ചെയ്യും. ഞാൻ വേണം ആദ്യം കിസ് ചെയ്യാൻ. എന്റെ കോളേജിൽ ലവ് ചെയ്യുന്ന കുട്ടികളൊക്കെ എപ്പോഴും ഫോൺ ചെയ്തോണ്ടിരിക്കും. പക്ഷെ നീ ആണെങ്കിൽ ഒരിക്കൽ പോലും ഫോൺ ചെയ്യാറില്ല. എനിക്ക് എന്ത് വിഷമാന്നറിയോ? അത് പിന്നെ ഒന്നും മിണ്ടാതിരിക്കും. ഞാൻ ആദ്യം സംസാരിക്കട്ടെ. ഞാൻ എപ്പോ ഫോൺ ചെയ്താലും ഉടനെ തന്നെ എടുക്കണം. 1 മണിക്കൂറിൽ കുറഞ്ഞത് 10 ഫോണെങ്കിലും ചെയ്യണം. അത് മാത്രമല്ല, ചുരുക്കം 100 മെസ്സേജ് എങ്കിലും അയക്കണം. ഇതൊക്കെ എക്സാം ടൈമിലാ. ബാക്കി സമയത്ത്
നീ എന്താ ചിരിക്കുന്ന? അല്ല, 1 മണിക്കൂറിൽ 10 ഫോൺ ചെയ്യണമെന്നോ? നിനക്ക് ഒരിക്കൽ ഫോൺ ചെയ്താൽ തന്നെ മൊബൈലിലുള്ള ചാർജ് മുഴുവൻ പോവും. ഇതില് 10 ഫോൺ ചെയ്യണമെന്നോ? ഓ, അതായിരുന്നു സാറിന്റെ പ്രശ്നം. ഹേയ്, വന്നോടെ എന്തിനാ ഇങ്ങനെ ആവശ്യമില്ലാതൊക്കെ പറയുന്നേ? ഞാനൊന്നും പറയുന്നില്ല, നീ പൊയ്ക്കോ. ഞാനൊരു പ്രാന്തി, ആവശ്യമില്ലാതെ എന്തെങ്കിലും പറയും. നീ പൊയ്ക്കോ, നിനക്ക് ജോലിയില്ലേ? ഏയ് നിക്ക്, ഐ ലവ് യു. ഇപ്പോഴാണോ ഐ ലവ് യു പറയാൻ തോന്നിയത്? അതെ, ഇങ്ങനെ ദേഷ്യപ്പെട്ടപ്പോഴാ നീ കുറച്ചുകൂടെ സുന്ദരിയായത്. എന്തിനാ ചിരിക്കുന്ന? എന്നെ കണ്ടിട്ട് വട്ടാൻ തോന്നുന്നു അല്ലേ? ഏയ്, നിന്നെ കണ്ടിട്ട് ആരെങ്കിലും വട്ടാന്ന് പറയോ? എന്താന്ന് അറിയില്ല കാർത്തി, എനിക്ക് നിന്നെ എത്രക്ക് ഇഷ്ടമെന്നറിയോ? അതൊന്നും എനിക്ക് പറയാനറിയില്ല. നീ ഇല്ലാതെ എനിക്ക് വയ്യടാ. ആ അതെ അതെ, ഇല്ലല്ല, ആ ശരിയാ, ഞാൻ ഏറ്റു. ആ എല്ലാം ഞാൻ കൊണ്ടുവന്ന് തന്നേക്കാം. അത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ടതുണ്ടോ? ഓക്കെ മാഡം. അല്ലല്ല, അങ്ങനെയല്ല, ഒരുപാട് ജോലി തിരക്കുണ്ടായിരുന്നു, അതുകൊണ്ടാണ് നേരിട്ട് വന്ന് കാണാൻ പറ്റാത്തത്. ശരി ശരി മാഡം. ആ ഓക്കെ മാഡം. അല്ല, എല്ലാം എത്രയും പെട്ടെന്ന് കൊണ്ടു തന്നേക്കാം. ആ അതെ മാഡം. ആ മാഡം, ശരിയാ മാഡം. അതെ, ഞാൻ സമ്മതിച്ചു മാഡം. ശരി, ഞാൻ നേരിട്ടൊന്ന് കാണാം. ഓക്കെ മാഡം. എടി നന്ദു, നീ എപ്പോഴാ വന്നേ? അത് പിന്നെ പറയാം. ആരായിരുന്നു ഫോണില്? ഓ അതോ, നമ്മുടെ കടയുടെ ലോണിന്റെ കാര്യത്തിനായി മാഡത്തിനോട് ഞാൻ സംസാരിക്കുകയായിരുന്നു. മാഡം, ബാങ്ക് മാനേജർ മാഡം. അതുകൊണ്ടായിരിക്കും സെക്കൻഡ് ലൈനിൽ ഞാൻ വന്നത് പോലും അറിയാത്ത. ലോൺ സാങ്ഷൻ ചെയ്ത് തരാന്ന് പറഞ്ഞിരിക്കുക. ആ കാര്യം സംസാരിച്ചോണ്ടിരുന്നത്. നിനക്ക് നിന്റെ കട, ലോണ്, ബാങ്ക് അതല്ലേ അത്യാവശ്യം. ഞാൻ അതൊക്കെ കഴിഞ്ഞിട്ട്. നന്ദു, നീ എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഞാൻ കഷ്ടപ്പെടുന്നത് തന്നെ നിനക്ക് വേണ്ടിയല്ലേ? എനിക്ക് വേണ്ടിയോ? അതേ നന്ദിനി, ആ മാഡത്തിനെ എങ്ങനെയെങ്കിലും ഒന്ന് കറക്റ്റ് ചെയ്താ ഈ എന്റെ ഷെഡ് വലിയൊരു ഷോറൂമാക്കി ഞാൻ മാറ്റും. എന്താ പറഞ്ഞ? മാഡമിനെയോ? മാഡമിനെ കറക്റ്റ് ചെയ്തിട്ട് അവരുടെ കൂടെ? ഒന്ന് മിണ്ടാതിരിക്കുന്നുണ്ടോ? അവർക്ക് 50 വയസ്സ് കഴിഞ്ഞിട്ടുണ്ടാവും. ഓ, വയസ്സ് കൂടിപ്പോയതാണോ നിന്റെ വിഷമം? എന്റെ പൊന്നെ, നിന്റെ അടുത്ത് എനിക്ക് വഴക്കൂടാനുള്ള സമയമല്ല. ക്ഷമിച്ചേക്ക്. ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത് അത് ആദ്യം പറ. നീ ഒന്നും പറയണ്ട, എന്നെ വിട്ടാ മതി. നന്ദിനി, ഹേയ്, എന്താ ഒരു കാര്യമില്ലാതെ ഇങ്ങനെ ദേഷ്യപ്പെടുന്നേ? നിന്നോടാ ഞാൻ ചോദിക്കുന്നേ. ഹേയ് നന്ദിനി, ഡി നീ എന്തിനാ ഇപ്പൊ കരയുന്നേ? കരയാതെ എന്ത് ചെയ്യാനാ? നിന്നെ സ്നേഹിച്ചു പോയല്ലോ. ഡി, എന്തിനാ അങ്ങനെ ചെറിയ ചെറിയ കാര്യത്തിനൊക്കെ ദേഷ്യപ്പെടുന്നേ? ഏതാ ചെറിയ കാര്യം? ഞാൻ അവിടെ വന്ന് എത്ര നേരം നിന്നെന്നറിയോ? അതും നീ കണ്ടില്ല. എത്ര വിളിച്ചെന്നറിയോ? അത് അറ്റൻഡ് ചെയ്തുമില്ല. നിന്റെ മനസ്സിൽ ഞാൻ ഉണ്ടോ ഇല്ലയോ? അതിന് നിനക്ക് ഒരു സംശയം വേണ്ട. ദാ നീ ഇവിടെ ഉള്ളത്. അതെങ്ങനെ ഞാൻ പുറത്തെടുത്ത് കാണിച്ചെന്ന് വെച്ചോ, നിന്റെ മുഖം ഇങ്ങനെ പ്രകാശിക്കും. വേണ്ട കാർത്തി, ഇത് ശരിയാവില്ല. എന്നെ വിട്ടേക്ക്. വെറുതെ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു പിടിക്കരുത്. മറക്കണോ അത്ര? എന്തിനാ നീ എന്നെ എങ്ങനെ കൊല്ലുന്നേ? നാളെ ഒരു ലോൺ കിട്ടി എന്റെ കടയെ ഒരു വലിയ ഷോറൂമാക്കി മാറ്റുകയാണെങ്കിൽ നമ്മുടെ സ്റ്റേറ്റസ് തന്നെ മാറില്ലേ? എന്റെ സ്റ്റേറ്റസ് മാറില്ല, നിന്റെ സ്റ്റേറ്റസ് വേണമെങ്കിൽ മാറും. എന്നാലല്ലേ എന്നെ കാട്ടിലെ സ്റ്റേറ്റസ് ഉള്ള പെണ്ണ് കിട്ടൂ. എന്താടി, എന്തിനാ എന്നെ ഇങ്ങനെ കൊല്ലുന്നത്? ഇങ്ങനെ പോവുകയാണെങ്കിൽ പിന്നെ വിവാഹത്തിന് ശേഷം എന്താ പറ, മനസ്സിലുള്ളതൊക്കെ പുറത്തു പറ. എന്തിനാ വിവാഹത്തിന് ശേഷം കഷ്ടപ്പെടുന്നേ? ഇപ്പൊ തന്നെ പിരിഞ്ഞേക്കാം. നന്ദിനി, എന്താ ഇതൊക്കെ? എന്തിനാ ഇങ്ങനെ സംസാരിക്കുന്നേ? പ്ലീസ്, ഇങ്ങനെയൊന്നും സംസാരിക്കരുത്. നമ്മളിങ്ങനെ പിരിയാൻ വേണ്ടിയാണോ ലവ് ചെയ്തത്? ഒന്ന് മനസ്സിലാക്കും നന്ദിനി. ഇല്ല കാർത്തി, എപ്പോഴും നീ എന്നെ മാത്രമേ വിചാരിക്കാവൂ, എന്നെ ഇഷ്ടപ്പെടാവൂ. എനിക്കത് മാത്രമാ വേണ്ടത്. ഞാൻ നിന്നെ മാത്രം ഇഷ്ടപ്പെടുന്നത്. മനസ്സിലാക്കു പവി, നീ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ആലോചിക്കുന്നുണ്ടാ? ഒന്ന് ചിരിച്ചേ. എനിക്ക് മനസ്സിലാവുന്നുണ്ട് കാർത്തി, ഞാൻ നിന്നെ ഒരുപാട് ശല്യം ചെയ്യുന്നുണ്ട്. ഞാൻ നിന്നെ മാത്രമേ വിചാരിക്കുന്നുള്ളൂ. ഉടനെ എന്നെ വിവാഹം കഴിക്കോ പ്ലീസ് കാർത്തി. പിന്നെ ഞാൻ കോളേജിൽ പോയിക്കോളാം. വേണ്ട വേണ്ട, ഈ 1 വർഷം കൂടിയല്ലേ ഉള്ളൂ. പഠിത്തം കഴിഞ്ഞിട്ട് നമുക്ക് വിവാഹം കഴിക്കാം. അല്ല, എന്തിനാ ചിരിക്കുന്നത്? എന്നെ കണ്ടിട്ട് വട്ടാന്ന് തോന്നുന്നോ? ഹേയ്, ഒരിക്കലും ഇല്ല നന്ദിനി. നീ എനിക്ക് കിട്ടിയതിന്റെ ഭാഗ്യമെന്ന് ഞാൻ പറയൂ. എന്റെ അടുത്ത് നിനക്ക് എത്രമാത്രം സ്നേഹമെന്ന് എനിക്കറിയാം. അത്രയും സ്നേഹം എനിക്കുണ്ടെന്ന് തന്നെ സംശയ. അങ്ങനെ പറയരുത് കാർത്തി, ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നു. എപ്പോഴും നിന്നെ കുറിച്ച് മാത്രമേ ഉള്ളൂ എനിക്ക് ചിന്ത. അതാണ് എന്റെ പ്രോബ്ലം. അതൊരു വലിയ പ്രോബ്ലം ഒന്നുമല്ല. ശരി, വാ, നമുക്ക് എവിടെയെങ്കിലും ഒരു കാഫിയും കഴിച്ച് കുറച്ചു നേരം ഒന്ന് സംസാരിച്ചിട്ട് പിന്നീട് വീട്ടിലേക്ക് പോവാം. അതൊന്നും വേണ്ട കാർത്തി, നീ പോയിക്കോ. ഞാൻ കുറച്ചു നേരം ഇവിടെ ഇരുന്നിട്ട് പോയിക്കോളാം. ഞാൻ പോയതിനു ശേഷം നീ ഇവിടെ ഇരുന്ന് എന്ത് ചെയ്യാൻ പോവാ? ഹലോ, എന്താ പറ്റിയേ? എവിടെ വെച്ച?
ശരി ശരി, അടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിക്കോ. ഞാൻ ഉടൻ തന്നെ വന്നേക്കാം. ആ വരാടാ. എന്തു പറ്റി? ഒന്നുമില്ല, നമ്മുടെ കുട്ടനല്ലേ, അവനൊരു ആക്സിഡന്റ് സംഭവിച്ചു. എങ്ങനെയാ സംഭവിച്ച? നമ്മുടെ ഷെഡില് ഒരു വണ്ടി ഞാൻ റിപ്പയർ ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. വണ്ടിയെടുത്ത് അവൻ ട്രയൽ നോക്കിയപ്പോ ആക്സിഡന്റ് ആയതാ. ഞാൻ കാരണമല്ലേ? ഏയ് അങ്ങനെയൊന്നുമില്ല, അവൻ എപ്പോഴും വെറുതെ ഇരിക്കില്ല, അതുകൊണ്ടാ. ശരി ശരി, നീ സമയം കളയണ്ട, വേഗം പോയി നോക്ക്. ശരി, നീ പോവാൻ നോക്ക്. ഞാൻ പോയിക്കോളാം, നീ പോ. കാർത്തി, ഞാൻ നിനക്ക് ഏറ്റ പെണ്ണല്ല. ഒരിക്കലും നമ്മളെ കൊണ്ട് സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. നിന്നെ വിട്ടിട്ട് എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റുമെന്നും തോന്നുന്നില്ല. നീ വേറെ ഒരു പെണ്ണെ വിവാഹം കഴിച്ച് ജീവിക്കുന്നത് കാണാനുള്ള കരുത്തും എനിക്കില്ല. അതുകൊണ്ട് ഞാൻ പോവാ. പോയതിനു ശേഷം നീ സന്തോഷമായിട്ട് ജീവിക്കണം. மறுஜென்மம் வந்தால் கூட நம் சொந்தம் தொடராதோ. மீண்டும் மீண்டும் நீதான் வேண்டும், சரியோ தவறோ எனையே கேட்பேன். കാർത്തി, നിങ്ങൾ എന്നെ തെറ്റിദ്ധരിച്ചോ? നിന്നെ തെറ്റിദ്ധരിക്കാൻ ഞാൻ ആരാ ഭവാനി? ആരാണ് തെറ്റ് ആരാണ് ശരിയെന്ന് നമ്മളെ കൊണ്ട് തീരുമാനിക്കാൻ കഴിയില്ല. ഇല്ല, ഞാനിത് ആഗ്രഹിച്ച് ചെയ്യുന്നതല്ല. ശരി തന്നെയാ, എന്നാലും കണ്ട കാര്യങ്ങൾ വിശ്വസിക്കാതിരിക്കാൻ കഴിയില്ലല്ലോ. അപ്പോ നിങ്ങൾ എന്നെ വിശ്വസിക്കുന്നില്ല അല്ലേ? നിന്നെ ഞാൻ വിശ്വസിക്കാം ഭവാനി. എന്നാ ഈ നാട്ടുകാരും നീ ഒരു തെറ്റും ചെയ്തില്ലെന്ന് ഈ നാട്ടുകാരോടൊക്കെ പറഞ്ഞു കൊവിയാലും അവര് വിശ്വസിക്കുന്ന നിനക്ക് തോന്നുന്നുണ്ടോ? നിന്റെ മനസ്സ് വേദനിക്കുമ്പോൾ സംസാരിച്ചിരുന്നെങ്കിൽ എന്നോട് ക്ഷമിക്കൂ ഭവാനി. സാരമില്ല. എനിക്കൊരു ഉപകാരം ചെയ്യണം, ചെയ്യുവോ നീ? പറയൂ. ഞങ്ങളെ തല്ല് ചതച്ച ആ ജയകൃഷ്ണനെ ഞങ്ങൾക്ക് തല്ലണം. അവന്റെ വീക്ക്നെസ് പെണ്ണുങ്ങളാണെന്ന് ഞങ്ങൾക്ക് നന്നായിട്ടറിയാം. മനസ്സിലായി. ഞാൻ അവനെ എങ്ങനെയെങ്കിലും കൊണ്ടുവരാം. പക്ഷെ ഞാൻ അവനെ കൊണ്ടുവന്നാ നിങ്ങൾ എനിക്ക് വേണ്ടി എന്ത് ചെയ്യും? എന്ത് ചെയ്യണം ഭവാനി? നീ പറ, ഞാൻ ചെയ്യാം. അവനെ കൊല്ലാൻ കഴിയോ? നീ എന്തായി പറയുന്നേ? ഒന്ന് മനസ്സിലാവുന്ന രീതിയിൽ പറ. എന്റെ അച്ഛൻ വിയോ ആണ്. ട്രാൻസ്ഫറായി ഞങ്ങൾ കുടുംബത്തോടെ ഇങ്ങോട്ട് വന്നു. അച്ഛൻ വളരെ സത്യസന്ധനായതുകൊണ്ട് ആ ജയകൃഷ്ണൻ എന്റെ അച്ഛനെ കൊന്നു. ഈ നാട് മുഴുവൻ അവന്റെ കീഴിലാണെന്ന് അപ്പോഴാ ഞങ്ങൾക്ക് മനസ്സിലായത്. എന്റെ സന്തോഷമായിരുന്നു എന്റെ അമ്മയുടെയും സന്തോഷം. ആരുടെയും സഹായമല്ലാതെ ഞങ്ങൾ ജീവിക്കുന്ന സമയത്താ ആ ജയകൃഷ്ണൻ ഞങ്ങളെ കണ്ടത്. ആരാടത്? പണ്ട് നമ്മളോട് പ്രശ്നമുണ്ടാക്കി ചത്തുപോയില്ലേ വില്ലേജ് ഓഫീസർ, അയാളുടെ ഭാര്യയും മോളുമാണ്. ഭർത്താവ് മരിച്ച ഭാര്യമാരൊക്കെ മെലിയാറ പതിവ്. പക്ഷെ ഇവള് പൂക്കാവടി പോലെ ആയാലോടാ. അണ്ണാ, അണ്ണനൊന്ന് മൂളിയാ മതി, ഞാൻ തോട്ടത്തിലേക്ക് വിളിച്ചോണ്ട് വരാം. പറഞ്ഞാ പോരാ, ചെയ്ത് കാണിക്കേ. ശരി അണ്ണാ. അതെ, നിങ്ങളെ അണ്ണൻ വിളിച്ചോണ്ട് വരാൻ പറഞ്ഞു. വാ പോവാം. അണ്ണനോ? ഏതണ്ണൻ? മര്യാദയ്ക്ക് പോയിക്കോ, അല്ലെങ്കിൽ പോലീസ് പിടിച്ചു കൊടുക്കും. കള്ള് നാറികള് മടപ്പിച്ച് നടക്കാത്തമാര്.
അവന്റെ ഒക്കെ ഒരു അണ്ണൻ. എന്തായടാ? വരില്ലെന്ന് പറഞ്ഞ വരില്ലെന്ന് പറഞ്ഞു. വീട്ടികള് കൊണ്ടുവരാമെന്ന് പറഞ്ഞ് വീരവാദം മുടക്കിട്ട് ഇപ്പൊ വെറും കൈയോടെ വന്നിരിക്കുക. അവളിപ്പോ എവിടെയുള്ളത്? തോട്ടത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ പണിയൊക്കെ നിങ്ങളെ ഏൽപ്പിച്ച് എന്നെ വേണം പറയാൻ. കട്ടിലെടുത്ത് അകത്തുറ. അവളുടെ വാക്കും കേട്ട് വന്നിരിക്കുക. എന്താ പറഞ്ഞ ഡീന്നോ? നിന്നോട് വരാൻ പറഞ്ഞ നിനക്ക് വരാൻ പറ്റില്ലല്ലേ? അത്രയ്ക്ക് അഹങ്കാരയോ നിനക്ക്? ഞാൻ അഭിമാനം ഉള്ളവളാ. നീ വിളിച്ചെടുത്തൊക്കെ വരാൻ വേറെ ആളെ നോക്ക്. എന്താടി വല്ലാതെ കിടന്ന് ചിലക്കുന്ന? മര്യാദക്ക് സംസാരിക്കണം. ഭർത്താവിനെ കൊലക്ക് കൊടുത്തിട്ട് നാട് നിരക്കുന്ന നിനക്ക് എന്ത് മര്യാദ വേണ്ടത്? അടി നോക്കി പഠിപ്പിക്കുന്ന പോക്കിക്കൊണ്ട് പോടാ. അയ്യോ അങ്ങനെ അവൾ അറിയാതെ ചെയ്തു പോയത്. അവള് കൊച്ചുകുട്ടിയാ. അവള് കൊച്ചുകുട്ടിയാണെങ്കി അപ്പൊ നീയോ? അമ്മേ, 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 അമ്മേ. ഇതാണ് പറ്റിയ അവസരം. ഇന്ന് അവനെ കൊല്ലണം. അവനെ കൊല്ലാതെ വിട്ട പല സ്ത്രീകൾക്കും ഈ അവസ്ഥ തന്നെ ഉണ്ടാവും. ഞാൻ എത്ര പേരെ കൊന്നിട്ടുണ്ടെന്നറിയോ? എന്റെ അടുത്ത് നിന്റെ കളി. നിന്റെ ഭർത്താവിനെ കൊന്നതും ഈ ഞാൻ തന്നെ. പുല്ലേ, നിനക്ക് എത്ര ധൈര്യം ഉണ്ടായിട്ട് വേണം എനിക്കെതിരെ കംപ്ലൈന്റ് ചെയ്യാൻ? ഇത് നോക്ക്, എന്റെ ജോലിയാ ഞാൻ ചെയ്തത്. എന്ത്? ഒന്നും കാണാതെ കണ്ണടച്ചിരിക്കാന്നുള്ളതാ നിന്റെ ജോലി. പുറമ്പോക്ക് സ്ഥലം കൈയടയ്ക്കുന്നു, അമ്പലസ്ഥലം കൈയടയ്ക്കുന്നു പറഞ്ഞ് ഇനിയും എന്തെങ്കിലും ആവശ്യമില്ലാതെ സംസാരിച്ചു അറിഞ്ഞാൽ എനിക്ക് തലയ്ക്ക് വെളിവില്ലേ? അത് തന്നെയാണോ എന്റെ ജോലി? സർക്കാർ ഉദ്യോഗസ്ഥനോട് കളിച്ച എന്താ ഗതിയെന്ന് എനിക്കറിയാലോ. ഒരുപാടങ്ങ് വരട്ടല്ലേ വിയോ. നിനക്ക് തന്നെ ഇതുവരെയും മനസ്സിലായിട്ടില്ല. ഞാനെന്താ നിഷ്കളങ്കനായ ഒരു മനുഷ്യനാണെന്ന് കരുതിയോ നീ? നീ തീരും. അതും എന്റെ കൈകൊണ്ട് തന്നെ ഞാൻ തീർക്കും. പക്ഷെ സർക്കാരിന് നീ ഒരു ആക്സിഡന്റിൽ മരിച്ചെന്ന് മാത്രമേ അറിയൂ. വേണ്ട ജ്യേഷ്ഠ, വേണ്ട. പിടിക്കടാ. നീയും നിന്റെ ഭർത്താവിന്റെ അടുത്തേക്ക് തന്നെ ചെല്ല്. പിന്നെ നിന്റെ മോള് അവിടെ ഞാൻ നോക്കിക്കോളാം. വേണ്ട മോളെ, വേണ്ട. വേണ്ട മോളെ. അവനൊരു മൃഗവാ. നിന്റെ അച്ഛനെ കൊന്നത് ഇവനാ. നമ്മുടെ കുടുംബത്തെ തന്നെ നശിപ്പിച്ചു. അവനെ വിടരുത്. അവനെ നേരിട്ട് നിനക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അവസരം കിട്ടുമ്പോ അവനെ എങ്ങനെയെങ്കിലും കൊല്ലണം. നിന്നെ അനാഥയാക്കിട്ട് ഞാൻ പോവാണല്ലോ മോളെ.
എന്തിനാ നീ ആ ജയകൃഷ്ണന്റെ അടിമയെ ജീവിക്കണമെന്ന് ചോദിച്ചില്ലേ? എന്റെ അച്ഛനെയും അമ്മയും എന്റെ കൺമുന്നിൽ തന്നെ കൊന്ന് ആ ജയകൃഷ്ണനെ എന്റെ ഈ കൈ കൊണ്ട് കൊല്ലാൻ വേണ്ടിയാ ഇത്രയും ദിവസം ഞാൻ കാത്തിരുന്നത്. അവനെ വിടാൻ പാടില്ല ഭവാനി. അവനെ നമുക്ക് കൊല്ലണം. വാ പോകാം. എടാ, ഈ കാർത്തി ഇത് എവിടെ പോയി കിടക്കുക? ഇവനെ കാണുന്നേ ഇല്ലല്ലോ. അളിയ ഒരുപക്ഷെ ഭവാനിയുടെ അടുത്തേക്ക് പോയിട്ടുണ്ടാവും. ഓടാ വിവരം കേട്ടവനെ. നമ്മൾ ഭവാനിയുടെ വീടിന് മുമ്പിൽ കൂടെ വന്ന് അവനോട് ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ കാണൂലായിരുന്നു. എടാ, നമ്മളിങ്ങനെ ചുറ്റിയടിച്ച് നടന്നോണ്ടല്ലോ, ആ ജയകൃഷ്ണൻ നമ്മളെ കണ്ടുപിടിക്കൂടാ. അത് മാത്രമല്ല, ആ ജയകൃഷ്ണനെ തട്ടാനാണ് നമ്മൾ വന്നതെന്നറിഞ്ഞ അവന്മാര് നമ്മളെ പീസ് പീസാക്കും. അളിയ, ഞാൻ ഒരു കാര്യം പറയട്ടെ. എന്താടാ? ഇന്ന് രാത്രിക്ക് രാത്രി ആ ജയകൃഷ്ണൻ നമുക്ക് പൊക്കിയാലോ? അത് കലക്കി. ഞാൻ അങ്ങോട്ട് പറയാനിരിക്കായിരുന്നു. അവനെ കൊന്നിട്ട് കാർത്തിയോട് ചെന്ന് പറഞ്ഞ അവൻ ഒരുപാട് സന്തോഷമാകും. അപ്പൊ റെഡിയല്ലേ? ഇന്ന് നമ്മൾ അവനെ തീർക്കുന്നു. യെസ്, വാടാ വാടാ വാടാ. ഈ ചേട്ടനോട് ചോദിക്കടാ. ചേട്ടാ, ജയേഷിന്റെ വീട് അവിടെയല്ലേ ഏട്ടാ? ചേട്ടാ, ഞാനിവിടെ ആദ്യമായിട്ടാ. നിങ്ങൾ അവിടെക്കാനും പോയി ചോദിക്ക്. ശരി ശരി, വാ നമുക്ക് പോകാം. ശരി ഏട്ടാ. എടാ, ഈ ഗ്രാമത്തിൽ ഒരുത്തം പോലും അഡ്രസ് നേരെ ചൊവ്വേ പറയുന്നില്ലല്ലോ. അളിയാ, എങ്ങനെയെങ്കിലും അഡ്രസ് കണ്ടുപിടിച്ച് അവനെ ഇന്ന് തന്നെ പൊക്കണം. അതിൽ യാതൊരു സംശയവും എന്റെ കൈ കിട്ടിയ ഉടനെ തട്ടണം. വേറെന്താ? വാ 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 വാ, വേം വാടാ. എടാ, എന്ത് വന്നാലും ഇന്ന് അവനെ തീർക്കണം. അവന്റെ കഥ കഴിച്ചിട്ട് നമ്മൾ മടങ്ങുന്നുള്ളൂ. ഇനി അവനെ വിടാൻ പാടില്ല. ഇന്ന് രാത്രിയോടെ അവന്റെ കഥ തീരുവളിയാ. എടാ അളിയാ, ഇവിടെ ഒരു അനക്കവും ഇല്ലല്ലോ. മൊത്തത്തിൽ കാട് പോലുണ്ടളിയാ. അതെളിയേ, ആകെ ഇരുട്ടാണല്ലോ ഇവിടെ. എനിക്കാണെങ്കിൽ വല്ലാത്ത പേടിയും തോന്നുന്നുണ്ട്. തിരിച്ചു പോയാലോ? ആ ശരിയടാ. ആരാ? ചേട്ടാ, ഈ ജയകൃഷ്ണന്റെ വീട് ഇതല്ലേ? അത് കുറച്ച് അപ്പുറത്തല്ലേ ഉള്ളത്. അപ്പൊ ഇതാരുടെ വീടാ? ഇത് എന്റെ വീടാ. എന്താ ചേട്ടാ ഇത്? ചേട്ടന്റെ വീടാന്ന് പറഞ്ഞിട്ട് വീട്ടിലൊരു വെളിച്ചവും വെട്ടോ ഒന്നുമില്ലല്ലോ. അതെങ്ങനെ ഉണ്ടാവാനാ? ഞാൻ മരിച്ചിട്ടേ 30 വർഷം കഴിഞ്ഞു. 30 വർഷോ? എന്താടാ മനസ്സിനകത്തെന്താ? വലിയ മമ്മൂക്കയും മോഹൻലാലെന്നോ വിചാരം? രാത്രി എന്തിനാടാ തനിച്ചങ്ങോട്ട് പോയത്? അവരെന്തിനാ വഴക്ക് പറയുന്നേ? ഭവാനി, ഇവന്മാരെ കുറിച്ച് നിനക്ക് അറിയില്ല. ഈ രണ്ടെണ്ണവേ വളരെ അപകടകാരികളാ. അതൊക്കെ ഒരു വിവാഹം കഴിഞ്ഞാൽ ശരിയായിക്കോളൂ. വിവാഹം കഴിഞ്ഞാലോ? നാളെ രാവിലെ ജീവനോടെ ഉണ്ടാവുമെന്ന് ഞങ്ങൾക്കറിയില്ല. പിന്നെ ഞങ്ങള് വിവാഹം കഴിക്കുന്നൊക്കെ. മച്ചു, നീ ഒരു വാക്ക് പറഞ്ഞാ മതി. ഇപ്പൊ തന്നെ മതി, നിർത്ത്. നമ്മൾ ഇപ്പോഴാ മറുജന്മം എടുത്ത് വന്നിരിക്കുന്നത്. ജയകൃഷ്ണൻ നമ്മളെ നിരീക്ഷിക്കുന്നുണ്ടോ? മറക്കണ്ട. നമ്മൾ സൂക്ഷിച്ച് നടന്നില്ലെങ്കിലേ പിന്നെ തലയുണ്ടാവില്ല. ഇങ്ങനെ പേടിച്ചോണ്ടിരുന്ന ആ ജയകൃഷ്ണനെ എപ്പോഴാ കൊല്ലാൻ പോകുന്ന? നീ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട ഭവാനി. ആ ജയകൃഷ്ണനെ ഞങ്ങൾ തീർത്തോളാം. കൊറേ അങ്ങ് തീർക്കും. ഇന്നലെ രാത്രി ഞാൻ കണ്ടു നിന്റെയൊക്കെ ധൈര്യം എന്താന്ന്. ആ ജയകൃഷ്ണനെ എങ്ങനെയെങ്കിലും തനിച്ചാക്കണം. അതാ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. ഭവാനി, മനസ്സിലായി. ഞാൻ നോക്കിക്കോളാം. ശരിയെന്നാ നമുക്ക് പോവാം. വാ. വാടാ. എന്താടാ അണ്ണാ, ഞങ്ങൾക്കൊരു ചെറിയ തെറ്റ് പറ്റിപ്പോയി അണ്ണാ. എന്തു പറ്റിയെന്നീ പറയുന്നേ? ആ 3 പിള്ളേരെ തല്ലി ചതച്ചായിരുന്നില്ലേ? ഏത് 3 പേരെ കുറിച്ച് പറയും? അയ്യോ അണ്ണാ, ഭവാനിയുടെ കൂടെ കറങ്ങി നടന്നായിരുന്നില്ലേ അവന്മാര് തന്നെ. അവന്മാര് രക്ഷപ്പെട്ടു കളഞ്ഞണ്ണ. അവരെങ്ങനെ രക്ഷപ്പെട്ടു നീ പറയുന്നേ? നിങ്ങൾ മര്യാദയ്ക്ക് കൈകാര്യം ചെയ്തില്ലേ? ഇഞ്ചിഞ്ചായി തല്ലി ചതച്ചണ്ണ. ചത്തെന്ന് കരുതിയിട്ടാ ഞങ്ങൾ അവിടുന്ന് പോകുന്നത്. ആരോ അവിടുന്ന് പൊക്കിക്കൊണ്ടുപോയി രക്ഷപ്പെടുത്തിയതാണ്. ഈ നാട്ടിൽ നമ്മളാരും അറിയാത്ത ആ ധൈര്യശാലി ആരാടാ? പോകുന്ന കണ്ടില്ലേ?
അങ്ങേര് തന്നെ ആയിരിക്കും അണ്ണാ. ദാ, കേശവ ഇവിടെ വേടാ. ഇവൻ പറഞ്ഞത് ശരിയാണോടാ? എന്താടാ? എന്താന്ന് നിനക്കറിയില്ല അല്ലേ? അതെ, മര്യാദയില്ലാതെ സംസാരിക്കരുത്, കൊന്നുകളയും പറഞ്ഞേക്കാം. ദാ, കേശവ നിർത്തടാ, നിർത്ത്. അങ്ങന്നേ, നിങ്ങൾക്കെതിരായിട്ട് ഞാൻ എന്തെങ്കിലും ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ? എവിടുന്ന് വന്ന അവന്മാര് എന്നോട് വന്ന് സംസാരിച്ചു. ഞാൻ സംസാരിച്ചത് വലിയ തെറ്റായിപ്പോയോ? നീ പറഞ്ഞു തീർന്നോ? എന്നാ ചെല്ല് ചെല്ല്. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. മര്യാദയ്ക്ക് അവന്മാർ ഇവിടെ നിന്ന് പോകുന്നു നോക്ക്. അതല്ലെങ്കിൽ നമ്മളുണ്ടല്ലോ ഇവിടെ, പറഞ്ഞയച്ചു. കേട്ടല്ലോ? ചെല്ല്. അളിയാ, നീ എന്താ ഇവിടെ വന്നിരിക്കുന്നത്? നിന്നെ ഞങ്ങൾ എവിടെയൊക്കെ നോക്കിയെന്നറിയോ? നീ ഈ കാട്ടിൽ വന്നിരുന്ന് എന്ത് ചെയ്യാ? എടാ, എന്താണ് നിനക്ക് പറ്റിയേ? എന്താണെങ്കിലും പറ. ഒന്നുമില്ലടാ. ഒന്നുമില്ലെങ്കിൽ നിന്റെ മുഖം എന്തെങ്ങനെ വാടിയിരിക്കുന്നത്? അളിയ എന്തേലും പ്രശ്നമുണ്ടോ? പറ അളിയ. എന്താടാ പ്രശ്നം? എനിക്ക് ഒരു പ്രശ്നവുമില്ലടാ. പിന്നെ പ്രശ്നം ഭവാനിക്കാടാ. ഭവാനിക്കോ? കാര്യം എന്താന്ന് പറ. ഭവാനിക്ക് ഇങ്ങനെ ഒരു ട്രാജഡി ഉണ്ടായിരുന്നു? എടാ അളിയ, ഭവാനിയുടെ ജീവിതം തൊലച്ചവന് ഒരിക്കലും വെറുതെ വിടാൻ പാടില്ല. അതെടാ, ഇന്ന് രാത്രി അവന്റെ വീട്ടിൽ കയറിയിട്ട് അവനെ തീർക്കണം. എന്താ വേണ്ടേ? എടാ, രാത്രിയിൽ അവന്റെ വീട്ടിൽ പോയി നമ്മളെ കൊണ്ട് എങ്ങനെയാണ് അവനെ കൊല്ലാൻ കഴിയുക? അതാ ഞാനിങ്ങനെ ആലോചിക്കുന്നത്. ഇതിലെന്താണ് ഇത്ര ആലോചിക്കാനുള്ളത്? നമ്മൾ ഇതിലും വലിയ കാര്യങ്ങൾ ചെയ്തിട്ടില്ലേ? അതുപോലെ പെട്ടെന്ന് ചെയ്തിട്ട് പോകാവടാ. അതെ അളിയാ, ഇനി ആലോചിക്കാനൊന്നുമില്ല. ഇന്ന് തന്നെ പോണം, അവനെ തീർക്കണം. ഭവാനിക്ക് സന്തോഷാകട്ടെ. അതെ അളിയ, നാളെ ഭവാനി ഉണരുമ്പോ ജയകൃഷ്ണൻ മരിച്ചു എന്നുള്ള സന്തോഷ വാർത്ത കേട്ട് വേണം ഉണരാൻ. എന്താടാ, ശരിയല്ലേ? ഓക്കേടാ, ഓക്കെ, നമുക്ക് പോവാം. വാ. ഡാ, തുറക്ക്. ഒന്ന് വേഗം. എന്താടാ, എന്താ തുറക്കുന്നില്ലേ? ചാടിക്കടന്നാലോ? അതാ നല്ല ഐഡിയ. വാ. ശരി, വാ. ചേട്ടാ, ചേട്ടാ, കള്ളൻ എഴുന്നേക്ക്. എന്തിനാടാ ശബ്ദം ഉണ്ടാക്കിയത്? ഇപ്പൊ കണ്ടില്ലേ? ഇനിയിപ്പോ എന്താ ചെയ്യാ? ആരാത്? ശബ്ദം ആരാന്നാ ചോദിച്ചേ? മിസ്സായി പോയല്ലോ. എടാ, ഇന്നലെ അവനെ കൊന്നിരുന്നെങ്കിൽ ഇന്ന് ഭവാനിയുടെ മുഖത്ത് സന്തോഷം കാണായിരുന്നു. ആ പെണ്ണും പിള്ളിയാ എല്ലാം കുളമാക്കിയത്. ഇന്നലെ അവന്റെ ചിങ്കടികൾ ഉണ്ടായിരുന്നില്ല, അവളെയും ചേർത്ത് നമുക്ക് തീർക്കാമായിരുന്നു. വെറുതെ ഇരിക്കുന്നുണ്ടോ? പെണ്ണുങ്ങളെ കൊല്ലാൻ പോകത്ര. എടാ, അവര് നമുക്ക് വയറ് നിറയെ ആഹാരം തന്നവരാ. അതെന്താ മറന്നോ നീ? വെറുതെ സംസാരിക്കുക. എടാ കാർത്തി, നമ്മളെ കണ്ട കാര്യം അവള് ഭർത്താവിനോട് പറഞ്ഞിട്ടുണ്ടാവൂ? പറഞ്ഞിരുന്നെങ്കിലേ ഈ സമയത്തെ കാമാരെ നമ്മളെ കണ്ടുപിടിച്ച് കൊന്നു കുഴിച്ചു മൂടിയാനെ. എനിക്കെന്തോ ആ പെണ്ണും പിള്ള അയാളുടെ അടുത്ത് പറഞ്ഞില്ലെന്നാ തോന്നുന്നത്. അത് ശരിയാളിയാ. എന്തുകൊണ്ടായിരിക്കും അവള് പറയാത്തത്? അതിന് കാരണം അവൻ മരിക്കുന്നത് എനിക്കും കാണണം. ചേച്ചി, നിങ്ങൾ എന്തായി പറയുന്നേ? അതെ, അവന്റെ മരണം എനിക്ക് കണ്ടേ മതിയാകും. അവൻ കാരണവ എന്റെ ജീവിതം നശിച്ചത്. അവൻ മരിക്കണം. നിങ്ങൾ അവനെ കൊല്ലാൻ വരുന്ന കാര്യം നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ തന്നെ കതവ് തുറന്നു തരുമായിരുന്നു.
നിങ്ങൾ വന്ന സമയം ആ തെണ്ടികളും ഇല്ലായിരുന്നു. നശിപ്പിച്ചത് ഞാൻ അത് തന്നെ. വിട്ടേക്ക് ചേച്ചി, ഇന്ന് രാത്രി സംഭവം നടക്കൂ. ഒന്നിനും ധൃതി വെക്കല്ലേ. ഇന്നലത്തെ പോലെ എല്ലാ ദിവസവും അവനെ തനിച്ച് കിട്ടും നിങ്ങൾ വിചാരിക്കണ്ട. പിന്നെ അവൻ എങ്ങനെ കൊല്ലാന്ന് പറയാ ചേച്ചി. ഞാൻ പറഞ്ഞുതരാം. അവൻ എവിടെ പോവും, എപ്പോ വരും, എപ്പോ അവന്റെ കൂടെ ആൾക്കാരും ഉണ്ടാവും, എപ്പോ അവൻ തനിച്ചുണ്ടാവും, എല്ലാ കാര്യവും ഞാൻ പറഞ്ഞുതരാം. പക്ഷെ നിങ്ങൾ എങ്ങനെയെങ്കിലും അവനെ കൊന്നേ മതിയാകൂ. അവൻ എങ്ങനെയെങ്കിലും മരിക്കണം. എങ്കിലേ ഈ നാടിന് ശാന്തി കിട്ടൂ. ചെയ്യാൻ ചേച്ചി, അവനെ ഞങ്ങൾ കൊല്ലും. ഞങ്ങൾ ചെയ്യാം, ഞങ്ങൾ ഏറ്റു. ആ എടാ രാജാ, എന്തൊക്കെയുണ്ട് വിശേഷം? ആ. ആ, പോയ കാര്യം എന്താ ചേട്ടാ? ഒന്നും ശരിയായിട്ടില്ലടാ. ആ ജയകൃഷ്ണൻ ഇവിടെ ഉള്ള കാരണം എല്ലാവർക്കും ഇങ്ങോട്ട് വരാൻ ഭയങ്കര പേടിയാ. അങ്ങനെയാണെങ്കി എന്താ ചെയ്യാ? വേറെ എന്ത് ചെയ്യാനാ? തുച്ഛ വിലക്ക് ആ ജയകൃഷ്ണന് വിൽക്കുന്നതിനേക്കാളും നല്ലത് കുറച്ചുകൂടി വെയിറ്റ് ചെയ്യാം. ആരെങ്കിലും വന്നു കിട്ടിയാ വിറ്റ് കളയാം. അതും ശരി തന്നെയാ. ഇവിടെ എന്തൊക്കെ ഉണ്ടാ വിശേഷങ്ങള്? കൊച്ചിന്ന് 2-3 പയ്യന്മാര് വന്നിട്ടുണ്ടേട്ടാ. ഞാൻ ആ കാര്യം മറന്നുപോയി. ഇപ്പൊ അവരെവിടെയാ ഉള്ളത്? നമ്മുടെ വീടിന്റെ മേളിലുണ്ട്. ശരിയെന്നാ നീയും കൂടെ വാ. ചേട്ടോ ചേട്ടോ ചേട്ടാ, ഒന്ന് എഴുന്നേക്ക്. എന്താടാ? അതെ, ഇദ്ദേഹം ആരാന്ന് പറഞ്ഞില്ല. ഇദ്ദേഹം മുകേഷ് ചേട്ടൻ. ഓ അതെയോ? ചേട്ടാ വാ ഇരിക്കേ. നമസ്കാരം ഡനിയ. വന്നിട്ട് കുറെ ദിവസം ആയല്ലേ? പിന്നല്ലാതെ, വന്ന് പണിയും തീർത്തിട്ട് പോവാന്ന് വിചാരിച്ചതാ. ഇതിപ്പോ എത്ര ദിവസമായെന്നറിയോ? ദേഷ്യപ്പെടരുത്. നാട്ടില് കുറച്ച് ജോലി ഉണ്ടായിരുന്നു, അതുകൊണ്ട് അത്ര വൈകിയത്. രാജേഷ് എന്തെങ്കിലും പറഞ്ഞായിരുന്നു? രാജേഷ് ഒന്നും പറഞ്ഞില്ലല്ലോ. എന്റെ അടുത്ത് അമൗണ്ട് മാത്രം തന്നത്, ബാക്കിയൊക്കെ നിങ്ങൾ പറയുന്ന പറഞ്ഞത്. അങ്ങനെയാണോ? എന്നാ വാ, ആ ആളെ കാണിച്ചു തരാം. പിന്നെ എല്ലാം എളുപ്പമാണല്ലോ. കണ്ടേക്കാം അല്ലേ? ശരി, വാ നമുക്ക് പോവാം. ഏതാടാ വീട്? ആ വീടാ, പോയി വിളിച്ചിട്ട് വേടാ. വാ വാ, ഞാൻ പറഞ്ഞാലതാ നിക്കുന്ന. അവനല്ലേ? ഇവനായിരുന്നോ? നോക്കുന്നു നോക്കുന്നു. ഇവനാ ജയകൃഷ്ണനല്ലേ? അതെന്നെ. പറയടാ, പോയ കാര്യം എന്തായി? എന്തായെന്നോ? ഞങ്ങൾ 3 പേർക്കും ജീവൻ തിരിച്ചു കിട്ടിയതന്നെ വലിയ കാര്യമാ. എന്താ സംഭവിച്ചേ? എന്താ സംഭവിച്ചെന്നോ? നീ ഒരുത്തനെ കൊല്ലാൻ വേണ്ടി പറഞ്ഞു വെച്ചില്ലേ? അവനെ സാധാരണ ആളൊന്നുമല്ല. അതിനു വേണ്ടിയല്ലേ പണം തന്നത്? എന്താ പണം തന്നു വെച്ച്? ഡോ, നീ മര്യാദയ്ക്ക് ഫോൺ വെക്കേ. അവനെ കൊല്ലാതെ ഞങ്ങൾ നാട്ടിലേക്ക് വരില്ല, മനസ്സിലായല്ലോ? നീ വച്ചേക്കേ. അവൻ എന്താടാ പറഞ്ഞ? അവൻ എന്ത് പറഞ്ഞ നമുക്കെന്താടാ? ആദ്യം നമുക്ക് ജയകൃഷ്ണനെ കൊല്ലണം. ദേഷ്യപ്പെടേണ്ട ആവശ്യമില്ല. ദേഷ്യപ്പെട്ട ഒരു കാര്യവും നടക്കില്ല. സമാധാനത്തിലെ കാര്യങ്ങൾ നടത്താൻ കഴിയൂ. ആ ജയകൃഷ്ണനെ കൊല്ലാതെ നമ്മൾ ഇവിടുന്ന് പോകുന്നില്ല. ഇത് സത്യോടാ. സത്യോടാ. സത്യം.
എന്താടാ പറ്റിയത്? ഞാനൊന്ന് നോക്കട്ടെ അണ്ണാ. ശരി, വേഗം നോക്ക്. ഞാൻ തോട്ടത്തിൽ പോയിട്ട് വേഗം വരാം. ആ ശരി. നിങ്ങളൊക്കെ എവിടേക്കാ? അല്ലണ്ണ അണ്ണന്റെ കൂടെ. ഇവിടുത്തെ കാര്യങ്ങൾ നോക്കടാ, ഞാൻ വേഗം കൊണ്ട് വരാം. ഓ ശരിയണ്ണ. എടാ ഒന്ന് വേഗം ശരിയാക്ക, അണ്ണ വന്നാ ദേഷ്യപ്പെടും. ദേ ആ വയറ് ലൂസ് കണക്ഷൻ ആയിരിക്കാ, ഒന്ന് നോക്ക്. നീയൊക്കെ എന്ത് വണ്ടിയോ. എടാ ഞാൻ ഇപ്പൊ വരാവേ. നീ എങ്ങോട്ടായി പോകുന്നേ? എടാ ഞാൻ പോയിട്ട് ഒരു 5 മിനിറ്റിൽ വരാം. വേഗം വരാടാ, ഒരു ചെറിയ കാര്യമുണ്ട്, ഇപ്പൊ തന്നെ വന്നേക്കാം. ശരി, പോയിട്ട് വേഗം വാ. അല്ല എങ്ങോട്ടായി വിളിച്ചോണ്ട് പോണേ? വാ പറയാം. കാര്യം ഇവിടെ വെച്ച് തന്നെ തീർക്കാന്നേ. ഇനിയും നടക്കേണ്ട വല്ല കാര്യമുണ്ടോ? അയ്യോ, ഈ തുറസായ സ്ഥലത്ത് വെച്ചോ, എനിക്ക് നാണാവില്ലേ? ഒരു നാണം കുടുങ്ങി. ഓ, നിന്നെ ഞാൻ എന്തുമാത്രം കൊതിച്ചതാണെന്നറിയോ? നിന്റെ മനസ്സിൽ ഇങ്ങനൊരു ആഗ്രഹം ഉണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. കളിയാ, ഇതിനകത്ത് വെള്ളം ഇല്ലെന്നാ തോന്നുന്നു. എടുത്തോണ്ട് പറ്റേ? പറയാതെ വേഗം പോയി എടുത്തോണ്ട് വാടാ. എന്തിനാ എടുത്തോണ്ട് വരുന്നേ? എന്തിലെങ്കിലും എടുത്തോണ്ട് വാ, പോ. ശരിയളിയാ. അങ്ങനെ അറിഞ്ഞാലോ? എങ്ങനെ അറിയാം? അണ്ണ അണ്ണ വിളിക്കടവനെ. എഴുന്നേക്ക്. എന്താണതൊക്കെ? മറ്റുള്ളവരൊക്കെ എവിടെയാ? ഇവിടെ ഉണ്ടായിരുന്നണ്ണ. വണ്ടിയുടെ കാര്യം എന്തായി? ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പൊ ഇനിയും നോക്കിയില്ല? ഇപ്പൊ റെഡിയാവും അണ്ണ. എത്ര സമയമാവും? കൂടി ഒരു അരമണിക്കൂർ. ഇപ്പൊ റെഡിയാക്കണ്ണ. പറഞ്ഞു കഥ വേഗം വണ്ടി ശരിയാക്കടാ. ശരി അണ്ണ. ഞാൻ അവിടെ വരെ പോയിട്ട് വേഗം കൂടെ വന്നേക്കാം. ശരിയണ്ണ. അങ്ങനെ തടവല്ലേ ഇവിടെ. അവനെ വിടരുത്.
ആരുമില്ല. Come on. വാന്നേ. Come on. ചക്കരക്കുട്ടി. അയ്യോ എനിക്ക് നാണാവോ അതിനെ കാണുമ്പോ. അയ്യോ ഇവിടെയാ. Come on. ആരെയും കാണുന്നില്ല. ഒരൊറ്റെണ്ണം ഫോൺ പോലും എടുക്കുന്നില്ലല്ലോ. എവിടെ പോയി കിടക്കാവന്മാര്? എന്നെ പറഞ്ഞാ മതിയല്ലോ. എവിടെ പോയി കിടക്കാവന്മാര്? നിങ്ങളായിരുന്നോ? ഒറ്റ വെറുതെ വിടില്ല. കൂടെ ഇന്ന് നിന്റെ അവസാനോടാ. എന്റെ അടുത്താണ് കളി. വാടാ വാടാ വാടാ. എന്റെ അടുത്ത് കളിക്കുന്നേ നിങ്ങളെ കൊല്ലാതെ വിടില്ല ഞാൻ. വാ ഭവാനി, അവന്റെ കഥ തീർന്നു. വാ. അവൻ ഇനി രക്ഷപ്പെടില്ല. ഭവാനി ഭവാനി നിക്ക്. എന്താടാ ഭവാനി?
എന്നോട്